നബീന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. സഹോദരങ്ങളെ, അംദത്തുൽ അഹ്കാമിലെ കിതാബുൽ ബുയൂഇലുള്ള ഹദീസുകളാണ് നാം വായിച്ചു വരുന്നത്. ബാബുൽ വസായ, വസിയത്തുകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള അധ്യായമാണ് അവസാനം നമ്മൾ വായിച്ചത്. അതിലൊരു അസർ കൂടി ബാക്കിയുണ്ട്. عن عبد الله بن عباس رضي الله عنهما قال لو أن الناس عضوا من الثلث إلى الربع فإن رسول الله صلى الله عليه وسلم قال الثلث والثلث كثير. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വസിയത്തുമായി ബന്ധപ്പെട്ട് ചില അടിസ്ഥാനങ്ങൾ സംസാരിച്ചിരുന്നു. അപ്പം അതിൽപ്പെട്ടതാണ് വസിയത്ത് ഒരാൾ മരിക്കുന്നതിന് മുമ്പ് തൻ്റെ മരണശേഷം ഉപയോഗിക്കുന്നതിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ഒരു കാര്യങ്ങൾ ഏൽപ്പിക്കുമ്പോൾ അവിടെ ഏറ്റവും കൂടിയത് 1/3 മാത്രമേ അനുവദിക്കപ്പെടുകയുള്ളൂ എന്ന് പറഞ്ഞിട്ടുള്ളത്. അയാൾക്ക് തൻ്റെ സമ്പത്തിൻ്റെ പകുതിയൊന്നും മറ്റൊരാൾക്ക് എഴുതി കൊടുക്കുക എന്നുള്ളത് പാടില്ലാത്ത കാര്യമാണ്. അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് നമ്മൾ കണ്ടതാണ്. അതായത് നിന്റെ കാലശേഷം നിന്റെ മക്കൾ ആളുകളോട് സമ്പത്ത് ചോദിക്കുന്നതിനേക്കാളും അവരെ ധന്യരാക്കി വിട്ടേക്കുക എന്നുള്ളതാണ് നിനക്ക് ഉത്തമം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ മഹാനായ അബ്ദുല്ലാഹി ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹുമ പറഞ്ഞ വാക്കുകളാണ് പിന്നീട് ഉംദത്തുൽ അഹ്കാമിൽ അദ്ദേഹം കൊടുത്തിട്ടുള്ളത്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ പറഞ്ഞത് ലൗ അന്ന الناس عضوا من الثلث الى الربع, ജനങ്ങൾ 1/3 എന്നുള്ളതിൽ നിന്നും 4/1 ആക്കിയിരുന്നെങ്കിൽ അതായിരിക്കും കൂടുതൽ നല്ലത്. കാരണം ഫഇന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ അസ്സുലുസ് വസ്സുലുസു കസീർ, 1/1 അത് തന്നെ കൂടുതലാണ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അഥവാ 1/1 അവിടുന്ന് പ്രോത്സാഹിപ്പിക്കുന്ന രൂപത്തിലല്ല പറഞ്ഞത്, മറിച്ച് 1/1 തന്നെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ മഹാനായ സഹാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചിട്ടുള്ള അല്ലാഹുമ്മ ഫഖിഹു ഫിദ്ദീൻ വഅല്ലിംഹു തഅ്വീൽ, അല്ലാഹു ദീനിൽ അവഗാഹം നൽകണമേ, ശരിയായ വിധം വിശദീകരണങ്ങൾ പഠിക്കാൻ അദ്ദേഹത്തിന് നീ അറിവ് നൽകണമേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിനോട് പ്രാർത്ഥിച്ചിട്ടുണ്ട്. അത് അല്ലാഹു സ്വീകരിച്ചൊരു ദുആയും കൂടിയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കലാമിൽ നിന്നും അബ്ദുല്ലാഹി ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു മനസ്സിലാക്കി 1/3 വേണ്ടതില്ല, 4/1 തന്നെ മതിയായതാണ്, അതാണ് കൂടുതൽ നല്ലത് എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് പറയാണ്, പക്ഷേ ആളുകൾ പലരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പറഞ്ഞിട്ടും ചിലപ്പോഴൊക്കെ അവർ വസിയത്ത് 1/1 തന്നെ എഴുതി കൊടുക്കുന്നത് കാണാൻ സാധിക്കും. അത് പലപ്പോഴും അവർക്ക് മരണാസന്നമായി കിടക്കുന്ന സമയത്ത് പിന്നീട് സമ്പത്തിനോടൊന്നും യാതൊരു താല്പര്യവുമില്ല, അതുകൊണ്ട് അത് ആർക്കെങ്കിലുമൊക്കെ ലഭിക്കട്ടെ എന്നുള്ള രീതിയിൽ ചിലപ്പോൾ അവരത് അങ്ങനെ കൊടുക്കുന്നതായിരിക്കും. പക്ഷേ അത് ഖിലാഫു സുന്നയാണ്, സുന്നത്തിന് എതിരാണ്. സുന്നത്തിനോട് യോജിക്കുന്നത് ഏറ്റവും നല്ലത് 1/1 കുറവ് കൊടുക്കുക എന്നുള്ളതാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് തന്നെ പ്രോത്സാഹിപ്പിക്കുന്നില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്നാൽ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുമ അദ്ദേഹം 5/1 അദ്ദേഹത്തിന്റെ വസിയത്തിൽ എഴുതിയത് എന്ന് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ചില പണ്ഡിതന്മാർ 5/1 വസിയത്ത് എഴുതിയാൽ മതിയാകുന്നതാണ് എന്ന് പറഞ്ഞത് കാണാം. കാരണം അദ്ദേഹം ഖുലഫാഉർ റാഷിദീങ്ങളിൽ പെട്ടതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുറുകെ പിടിക്കാൻ പറഞ്ഞ സ്വഹാബികളിൽ ഒരാളാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ അഭിപ്രായം 5/1 കൊടുത്താൽ മതിയാകുന്നു എന്നാണ്. അദ്ദേഹം അതിന് തെളിവായി പറഞ്ഞത് കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്, വഅലമു അന്നമാ ഗനിംതും മിൻ ഷൈഇൻ ഫഅന്ന ലില്ലാഹി ഖുമുസഹ, നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ഗനീമത്തിൽ നിന്ന് നിങ്ങൾ ലഭിച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് 5/1 എന്നാണ് പറഞ്ഞിട്ടുള്ളത് എന്നാണ്. അതുകൊണ്ട് 5/1 തന്നെ മതിയായതാണ് എന്നാണ് പറയുന്നത്. 5/1 തന്നെ മതിയായതാണ്, അതാണ് അദ്ദേഹം മനസ്സിലാക്കിയിട്ടുള്ളത്. അതിനുശേഷം സഹോദരങ്ങൾ, ഈ അധ്യായം ഇവിടെ അവസാനിക്കുകയാണ്. ശേഷമുള്ള അടുത്ത അധ്യായം നമ്മളിപ്പോൾ തൽക്കാലം അത് ഒഴിവാക്കുകയാണ്. ബാബുൽ ഫറാഇൽ, അനന്തരാവകാശവുമായി ബന്ധപ്പെട്ട ഹദീസുകൾ ഉൾക്കൊള്ളുന്ന അധ്യായമാണ് ബാബുൽ ഫറാഇൽ. ഈ അധ്യായം സഹോദരങ്ങളെ കേവലം ഒരു ദർസിലൂടെ പഠിപ്പിക്കാൻ പ്രയാസമുണ്ട്. പ്രത്യേകിച്ചും അത് ഒരു പഠന വിഷയമാണ്. അതൊരു ദർസിലൂടെ ഫലിപ്പിക്കാൻ എത്രത്തോളം സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. മറിച്ച് അത് കണക്കുകളുമായി അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് പ്രത്യേകിച്ചും ഒരു ബോർഡോ മറ്റോ ഒക്കെ രൂപത്തിൽ എഴുതി പഠിക്കേണ്ടതായ, അത് കേൾക്കാനിരിക്കുന്ന ആളുകളും
ആ നിലക്ക് പഠിച്ചാലല്ലാതെ അതുമായി ബന്ധപ്പെട്ട വിജ്ഞാനം അത് ഓർമ്മ നിൽക്കുകയില്ല, അല്ല മനസ്സിലാക്കാൻ തന്നെ പ്രയാസമായിരിക്കും. അതുകൊണ്ട് തന്നെ പൊതുവെ ഫറായിദുമായി ബന്ധപ്പെട്ട ആളുകൾ അത് തലബത്തുൽ ഇൽമ്, ദീൻ പഠനത്തിന് വേണ്ടി മുഴുകിയിരിക്കുന്ന ആളുകൾക്കാണ് കൂടുതൽ യോജിക്കുക എന്ന് തോന്നിയതിൻ്റെ അടിസ്ഥാനത്തിൽ തൽക്കാലം മാറ്റിവെക്കുകയാണ്. ഇൻഷാ അല്ലാഹ് സാധിക്കുമെങ്കിൽ ഇംദത്തുൽ അഹ്കാമിൻ്റെ അവസാന ഭാഗത്തേക്ക് നമുക്കത് മാറ്റിവെക്കാം. ആ രൂപത്തിൽ തന്നെ അത് പഠിക്കുകയും ചെയ്യാം. പിന്നീട് ഇതിൽ കൊടുത്തിട്ടുള്ള അധ്യായം കിതാബു നിക്കാഹ്, നിക്കാഹുമായി ബന്ധപ്പെട്ടിട്ടുള്ള അധ്യായമാണ്. അതിനുശേഷം അബ്ദുൽ ഗനി അൽ മഖ്ദിസി റഹിമഹുല്ലാ കൊടുത്തിട്ടുള്ളത് നിക്കാഹുമായി ബന്ധപ്പെട്ടിട്ടുള്ള അധ്യായമാണ്. നിക്കാഹ് സഹോദരങ്ങളെ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അഖ്ദു സൗജിയ, അതായത് ഭാര്യ ഭർത്ത് ബന്ധത്തിന് വേണ്ടിയിട്ട് നടത്തുന്ന അഖ്ദിനാണ്, ഉടമ്പടിക്കാണ് അന്നിക്കാഹ് എന്ന് പറയുന്നത്. അപ്പം അതുമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരുപാട് മസ്അലകളുണ്ട്. ഒന്നാമതായിട്ട് നിക്കാഹ് എന്ന് പറയുന്നത് തന്നെ വാജിബാണോ അതല്ല സുന്നത്തുൻ മുഅക്കദത്താണോ, വളരെ പുണ്യമുള്ള സുന്നത്താണോ എന്നതിൽ മഹാന്മാരായ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ചിലർ പറഞ്ഞു അത് വാജിബാണ്, നിക്കാഹ് കഴിക്കുക എന്നുള്ളത് അത് വാജിബാണ്. അതുകൊണ്ട് തന്നെ നിക്കാഹ് കഴിക്കാൻ കഴിവുള്ള ഒരാൾ, പ്രത്യേകിച്ചും ഷഹ്വത്തുള്ള വികാരമുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ നിക്കാഹ് കഴിക്കൽ നിർബന്ധമാണ് എന്നാണ് പറയുന്നത്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിക്കാഹ് കഴിക്കാൻ കൽപ്പിച്ചതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് തെളിവുകളുണ്ട്. അതുകൊണ്ട് തന്നെ നിക്കാഹ് കഴിക്കൽ നിർബന്ധമാണ്. അതിനൊരുപാട് ഫായിദകളുണ്ട്, ഉപകാരങ്ങളുണ്ട് എന്നെല്ലാം അവർ അതിൽ ചൂണ്ടിക്കാട്ടിയത് കാണാൻ സാധിക്കും. രണ്ടാമത്തെ അഭിപ്രായം നിക്കാഹ് സുന്നത്തുൻ മുഅക്കദത്താണ്, വളരെ പുണ്യമുള്ള സുന്നത്താണ്. എന്ന് പറഞ്ഞാൽ മറ്റു സാധാരണ ഗതിയിലുള്ള സുന്നത്തുകളെക്കാളും കൂടുതൽ പുണ്യം നിക്കാഹ് കഴിക്കുന്നതിനാണ് എന്നാണ്. എത്രത്തോളം രാത്രി ഒരാൾ എഴുന്നേറ്റ് നിസ്കരിക്കുന്നതിനേക്കാളും അഫ്ളലാണ് തൻ്റെ ഭാര്യയുമായി കഴിയുക എന്നാണ് അവർ പറയുന്നത്. അതായത് അങ്ങനെ ആവശ്യമുള്ളൊരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അതാണ് കൂടുതൽ അവന് യോജിക്കുന്ന കാര്യം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, വഫീ ബുദ്ഇ അഹദിക്കും സദഖ, നിങ്ങളിൽ ഒരാൾ തൻ്റെ ഭാര്യയുമായി ബന്ധപ്പെടുന്നതിൽ സദഖയുണ്ട്, അതിന് പ്രതിഫലമുണ്ട്. ഖാലു യാ റസൂലല്ലാഹ് അയതി അഹദുനാ ശഹ്വതഹു വയകൂനു ലഹു ഫീഹാ അജ്ർ, അല്ലാഹുവിന്റെ റസൂലേ, ഞങ്ങളിൽ ഒരാൾ തൻ്റെ ഭാര്യയുമായി ഇണചേരുകയും അതിൽ ഞങ്ങൾക്ക് പ്രതിഫലം ലഭിക്കുകയോ? ഖാല നഅം, അതെ. അറഅയ്തും ലൗ വദഅഹാ ഫിൽ ഹറാമി അകാന അലൈഹി വിസ്ർ, അതൊരു ഹറാമിലാണ് അവൻ മാറ്റിവെച്ചിട്ടുള്ളതെങ്കിൽ അവൻ അതിൽ തെറ്റില്ലേ? ഫകദാലിക ഇദാ വദഅഹാ ഫിൽ ഹലാലി കാന ലഹു അജ്ർ, അതുകൊണ്ട് തന്നെ അവൻ ഹലാലായ രൂപത്തിലാണ് അവൻ അതിൽ വെച്ചതെങ്കിൽ അതിനതിൽ പ്രതിഫലമുണ്ട് എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ സുന്നത്തുൻ മുഅക്കദത്താണ്, വളരെ പുണ്യമുള്ള സുന്നത്താണ്. കഴിവുള്ള ഒരാൾ ഒരിക്കലും ഉപേക്ഷിക്കാൻ പാടില്ലാത്തതായ കാര്യമാണ് എന്നാണ് ഇത് വലിയൊരു വിഭാഗം പറഞ്ഞിട്ടുള്ളത്. മാത്രവുമല്ല അത് അമ്പിയാക്കളുടെ മുർസലീങ്ങളുടെ സുന്നത്തിൽപ്പെട്ടതാണ്. മുർസലീങ്ങൾ അമ്പിയാക്കൾ എല്ലാവരും അവർ വിവാഹം കഴിക്കുന്നവരാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വലഖദ് അർസൽനാ റുസുലൻ മിൻ ഖബ്ലിക്, ഓ നബിയെ താങ്കൾക്ക് മുമ്പ് നാം പ്രവാചകന്മാരെ നിയോഗിച്ചിട്ടുണ്ട്. വജഅൽനാ ലഹും അസ്വാജൻ വസുരിയ്യ, അവർക്ക് സൗജുകളെ, ഇണകളെയും അതുപോലെ തന്നെ സന്താനങ്ങളെയും നാം നൽകിയിട്ടുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ സ്വഹാബികളിൽ ചിലർ അവർ വിവാഹമെല്ലാം ഉപേക്ഷിച്ചിട്ട് ആ നിലക്കുള്ള ജീവിതം ആരംഭിക്കട്ടെയോ എന്ന് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് അനുവാദം കൊടുത്തിട്ടില്ല. അവിടുന്ന് അനുവാദം കൊടുക്കാതെ അവരോട് ഞാൻ നോമ്പെടുക്കുകയും നോമ്പ് ഒഴിവാക്കുകയും വിവാഹം കഴിക്കുകയും അതേപോലെ തന്നെ ആ നിലക്ക് ജീവിക്കുകയും ചെയ്യുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് മറുപടി പറയുകയാണ് ചെയ്തത്. അതുമായി ബന്ധപ്പെട്ട ഹദീസുകൾ ഇൻഷാ അല്ലാഹ് വരുന്നുണ്ട്, അവിടെ നമുക്ക് കൂടുതൽ വിശദീകരിക്കാം. കിതാബു നിക്കാഹിലെ ഒന്നാമത്തെ ഹദീസ്, അൻ അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു ഖാൽ ഖാല ലനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളോട് പറഞ്ഞു. അബ്ദുല്ലാഹി മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനോട് കൂടി പറഞ്ഞിട്ടുള്ള ഒരു ഉപദേശമാണ് അദ്ദേഹം നമുക്ക് കൈമാറി തന്നിട്ടുള്ളത്. എന്താണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്? യാ മഅ്ശറ ശബാബ് മൻ ഇസ്തതാഅ മിൻകുമുൽ ബാഅത ഫല്യതസവ്വജ് ഫഇന്നഹു അഗദ്ദു ലിൽബസർ വഅഹ്സനു ലിൽഫർജ് വമൻ ലം യസ്തതി' ഫഅലൈഹി ബിസ്സൗം ഫഇന്ന ലഹു വിജാ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുവ സമൂഹത്തെ അഭിസംബോധന ചെയ്തുകൊണ്ടാണ് പറഞ്ഞത്. യാ മഅ്ശറ ശബാബ്, അല്ലയോ യുവാക്കളെ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. യുവത്വം എന്ന് പറയപ്പെടുന്നത് പൊതുവെ 20 മുതൽ 40 വരെ ഉള്ള വയസ്സുകൾക്ക് പൊതുവെ യുവത്വം എന്ന് പറയുന്ന പ്രായമാണ്. അവരെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അഭിസംബോധന ചെയ്യുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ലൈംഗിക ദേഹേച്ഛകൾ കൂടുതലുള്ള ആളുകളായിരിക്കും, പ്രായമുള്ള ആളുകളെക്കാൾ കൂടുതലുള്ള ആളുകളായിരിക്കും. എന്ന് വെച്ചാൽ പ്രായമുള്ള ആളുകൾക്കെല്ലാം കുറവാണ് എന്നല്ല. ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് അവർ പ്രായമുള്ള ആളുകളിലും
അത് കൂടുതലായി കാണുന്നതുണ്ടാകാം. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും കൂടുതലുള്ള ആവശ്യക്കാരായ ആളുകളെ പ്രത്യേകം അഭിസംബോധന ചെയ്തുകൊണ്ട് പറയുകയാണ്, യാ മഅ്ശറ ശബാബ്, അല്ലയോ യുവ സമൂഹമേ, മൻ ഇസ്തതാഅ മിൻകുമുൽ ബാഅത ഫല്യതസവ്വജ്, നിങ്ങളിൽ ആർക്കാണോ വിവാഹം കഴിക്കാനുള്ള ബാഅത്തുള്ളത്, കഴിവുള്ളത്, ഫല്യതസവ്വജ്, അവൻ വിവാഹം കഴിക്കട്ടെ. ഫഇന്നഹു അഗളു ലിൽ ബസർ, അവന്റെ കണ്ണിനെ ഹറാമുകളിൽ നിന്നും സംരക്ഷിക്കാൻ ഏറ്റവും നല്ലതാണ്. വഅഹ്സനു ലിൽ ഫർജ്, ലൈംഗിക അവയവത്തെ സൂക്ഷിക്കുവാനും അതാണ് ഏറ്റവും നല്ലത്. വമൻ ലം യസ്തതിഅ, വിവാഹം കഴിക്കാൻ ഒരാൾക്ക് സാധിക്കുന്നില്ലെങ്കിൽ ഫഅലൈഹി ബിസ്സൗം, അവൻ നോമ്പനുഷ്ഠിക്കട്ടെ. ഫഇന്നഹു ലഹു വിജ, അത് അവനൊരു പരിചയമായി തീരുന്നതാണ്, ഹറാമുകളിൽ നിന്നും ഒരു പരിചയമായി നോമ്പ് മാറുന്നതാണ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. പ്രത്യേകം യുവാക്കളെ വിളിച്ചു പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, ഈ പ്രായത്തിലുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ലൈംഗിക ദേഹേച്ഛകൾ കൂടുതലായിരിക്കും, തെറ്റുകളിലേക്ക് പോകാനുള്ള സാധ്യത കൂടുതലായിരിക്കും. അതേപോലെ തന്നെ അവരുടെ ബുദ്ധി വളർച്ചയും പൂർണ്ണമായിട്ടില്ല. 40 വയസ്സെത്തുന്നതോടു കൂടിയാണ് ഒരു മനുഷ്യന്റെ ബുദ്ധി വളർച്ച പൂർണ്ണമാകുകയുള്ളൂ എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ അവൻ സ്ഥിരതയിൽ നിന്നും അസ്ഥിരതയിലൊക്കെ പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് ഈ പ്രായക്കാർ പ്രത്യേകം ഫിത്നകളിൽ അകപ്പെടുന്നതും രക്ഷപ്പെടേണ്ടതുണ്ട് എന്ന കാരണത്താലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർ പ്രത്യേകം വിളിച്ചു പറഞ്ഞത് എന്നാണ്. എന്താണ് പറഞ്ഞത്? മൻ ഇസ്തതാഅ മിൻകുമുൽ ബാഅത്ത്, നിങ്ങളിൽ ആർക്കെങ്കിലും ബാഅത്ത് ഉണ്ടായാൽ. എന്താണ് ബാഅത്ത് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അത് വിവാഹം കഴിക്കാനുള്ള സാമ്പത്തികമായ കഴിവാണ് അതിൽ ഏറ്റവും ആദ്യം ഉദ്ദേശിക്കുന്നത് എന്നാണ്. അതായത് വിവാഹത്തിന് മഹർ വാങ്ങിക്കേണ്ടതുണ്ട്, അതേപോലെ വിവാഹം കഴിച്ച പെണ്ണിന് ചെലവ് കൊടുക്കേണ്ടതുണ്ട്, ഭക്ഷണം, വസ്ത്രം, അവൾക്ക് വേണ്ട പാർപ്പിടം, ഈ പറയുന്ന കാര്യങ്ങളെല്ലാം വിവാഹം കഴിച്ച ആ യുവാവിന്റെ ഉത്തരവാദിത്വത്തിൽപ്പെട്ടതാണ്, അവന്റെ ഉത്തരവാദിത്വത്തിൽപ്പെട്ടതാണ് ആ കാര്യം. അതിനൊരാൾക്ക് സാധിക്കുന്നില്ല എങ്കിൽ അവൻ വിവാഹം കഴിക്കാൻ സാധിക്കുകയില്ല. ഒരു പെണ്ണിനെ വിവാഹം കഴിച്ചുകൊണ്ട് എവിടെയെങ്കിലുമൊക്കെ അലഞ്ഞു തിരിഞ്ഞു നടക്കുക എന്നുള്ളത് ദീനുൽ ഇസ്ലാം അനുവദിക്കുന്നില്ല. മറിച്ച് അവൾക്ക് കൃത്യമായ മഹർ കൊടുക്കേണ്ടതുണ്ട്. കാരണം ഇത് മീസാഖൻ ഗലീള, ഭദ്രമായ ഒരു ഉടമ്പടിയാണിത്. അതിനതിൻ്റെതായ പ്രത്യേകതയുണ്ട്. അവൾ ആവശ്യപ്പെടുന്ന മഹർ കൊടുക്കേണ്ടി വരും. അവൾക്ക് വേണ്ട വസ്ത്രം, അവൾക്ക് വേണ്ട ഭക്ഷണം, അവൾക്ക് വേണ്ട പാർപ്പിടം, ഇതെല്ലാം ഒരാൾ കൊടുക്കേണ്ടി വരും. അതിനൊക്കെ സാധിക്കുന്നുണ്ടെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു ഫല്യതസവ്വജ്, എങ്കിൽ അവൻ വിവാഹം കഴിക്കട്ടെ. ഇങ്ങനെയുള്ള കഴിവുകളെല്ലാം ഉണ്ടെങ്കിൽ അവൻ വിവാഹം കഴിക്കുകയാണ് വേണ്ടത്, വൈകിപ്പിക്കാൻ പാടില്ല. കാരണം അതിൻ്റെ ഒരു കാരണം കൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഫഇന്നഹു അഗളു ലിൽ ബസർ, കാരണം കണ്ണ് താഴ്ത്താൻ ഏറ്റവും നല്ലതാണ് വിവാഹം കഴിക്കുക എന്നുള്ളതാണ്. കണ്ണ് താഴ്ത്താൻ ഏറ്റവും നല്ലത്. കാരണം വിവാഹം കഴിക്കാത്ത ആളുകൾക്ക് സ്ത്രീകളോടുള്ള താല്പര്യം കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ സ്ത്രീകളിലേക്ക് അവരുടെ നോട്ടങ്ങൾ ചെന്നെത്തുന്നതായിരിക്കും. അപ്പോൾ അതിനെ തടയിടുന്ന ഒരു കാര്യമാണ് അവന് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന ഒരു സ്ത്രീയെ അവൻ വിവാഹം കഴിക്കുക എന്നുള്ളത്. അതിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവനവന്റെ കണ്ണിനെ താഴ്ത്താനുള്ള കഴിവ് നൽകുന്നതായിരിക്കും. വഅഹ്സനു ലിൽ ഫർജ്, അതേപോലെ തന്നെ ലൈംഗിക വിശുദ്ധി കാത്തു സൂക്ഷിക്കാനും ഇതാണ് ഏറെ സഹായകമാകുക. കാരണം കണ്ണിനെ സൂക്ഷിച്ചാൽ തന്നെ ലൈംഗിക അവയവത്തെ സൂക്ഷിക്കാനുള്ള കാര്യം എളുപ്പമാണ്. വിവാഹം കഴിക്കുന്നതോടുകൂടി ഇത് രണ്ടിനും സാധ്യമാകും എന്നുള്ളതാണ്. ഇപ്പം നിക്കാഹിന് ഇത് കൂടാതെ ഒരുപാട് ഫായിദകൾ വേറെയും ഉണ്ട്. പക്ഷേ ഈ പറയപ്പെട്ട രണ്ട് കാര്യങ്ങൾ അത് പെട്ടെന്ന് തന്നെ കിട്ടുന്ന ഫായിദകളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഏറ്റവും ആദ്യം കിട്ടുന്ന രണ്ട് ഫായിദകളാണിത്. അവന്റെ കണ്ണിനെ സൂക്ഷിക്കാനും ലൈംഗിക അവയവത്തെ സൂക്ഷിക്കാനും സാധിക്കും. അതല്ല എങ്കിൽ വിവാഹത്തിന് ദീനുൽ ഇസ്ലാം നിശ്ചയിച്ച വിവാഹം എന്ന് പറയുന്ന സൽക്കർമ്മത്തിന് ഒരുപാട് ഫായിദകൾ വേറെയുമുണ്ട്. അപ്പം അതിൽ ഏറ്റവും ആദ്യം യുവാക്കൾക്ക് ഏറ്റവും ആദ്യം തിരിച്ചറിയാൻ സാധിക്കുന്ന, അവരുടെ ഫിത്നകളിൽ നിന്ന് രക്ഷപ്പെടുത്താൻ സാധിക്കുന്ന രണ്ട് കാര്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം. ഫമൻ ലം യസ്തതി, ആർക്കെങ്കിലും ഒരാൾക്ക് സാധിക്കുന്നില്ല. എങ്ങനെയാണ് സാധിക്കാതെ വരിക? ഒരാൾ ദരിദ്രനായി തീരുകയാണ്. ഒരാൾക്ക് ദാരിദ്ര്യമുണ്ട്, ഒരു മഹർ വാങ്ങാൻ കൂടി പണമില്ല, അതല്ലെങ്കിൽ ഒരു പെണ്ണിനെ പോറ്റാനുള്ളൊരു കഴിവില്ല, അവൻ്റെ അടുത്ത് സ്വന്തമായി പാർപ്പിടമില്ല, അവൻ വല്ലയിടത്തും ചിലപ്പോൾ താമസിക്കുന്നവനായിരിക്കും, സ്വന്തമായി പാർപ്പിടമില്ല, മഹർ വാങ്ങാനില്ല, അവളെ വിവാഹം കഴിച്ചു കൊണ്ടുവന്നാൽ അവൾക്ക് ഭക്ഷണം കൊടുക്കാനോ വസ്ത്രം വാങ്ങിക്കൊടുക്കാനോ ഒന്നും തന്നെ അവന് സാധിക്കുകയില്ല. അങ്ങനെയുള്ള ആളുകൾ ഉണ്ടാകും. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, വമൻ ലം യസ്തതി, അതിന് സാധിക്കാത്ത ആളുകളുണ്ടെങ്കിൽ ഫഅലൈഹി ബിസ്സൗം, അവൻ നോമ്പനുഷ്ഠിച്ചു കൊള്ളട്ടെ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഫഇന്ന ലഹു വിജ, കാരണം നോമ്പെന്ന് പറയുന്നത് അവന് പരിചയമാണ് എന്നാണ്. കാരണം നോമ്പിനെ കുറിച്ച് സഹോദരങ്ങളെ, നോമ്പെടുക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആ നോമ്പ് അവന്റെ ലൈംഗിക ദേഹേച്ഛകളെ ദുർബലപ്പെടുത്തുന്നതായിരിക്കും, പരമാവധി ഇല്ലാതാക്കി കളയുന്നതായിരിക്കും. തുടർച്ചയായി ഒരാൾ നോമ്പെടുത്തുകൊണ്ടേയിരിക്കുന്ന സമയത്ത് അവൻ അത്തരത്തിലുള്ള ചിന്തകൾ ഇല്ലാതായിത്തീരും, അവന്റെ ചിന്തകൾ മാറും. അതാണ് അതിന്റെ പ്രധാനപ്പെട്ട കാര്യം. അത്തരത്തിലുള്ള ചിന്തകൾ ഇല്ലാതായിത്തീരും. അതുകൊണ്ട് ഒരാൾ അത് ദുന്യവിയായ കാര്യങ്ങളിലാണെങ്കിൽ പോലും ഒരാൾ മറ്റെന്തെങ്കിലുമൊക്കെ ഒരു പ്രധാനപ്പെട്ട ജോലിയിൽ ഒരാൾ തിരക്കിലായാൽ
ഇത്തരം ചിന്തകളിൽ നിന്നും അവന് ഒരുപാട് മാറി നിൽക്കാൻ സാധിക്കുന്നതായിരിക്കും. ഇബ്നു ഉസൈമീൻ റഹിമഹുള്ള അദ്ദേഹം ഒരു കഥ അവിടെ കൊടുക്കുന്നുണ്ട്. അദ്ദേഹം പറയാണ്, ഒരു ഖിസ്സയുണ്ട്. ഒരു ധനികനായ വ്യക്തിയുണ്ട്. അയാൾ വലിയ കച്ചവടക്കാരനാണ്, ഭയങ്കര തിരക്കുള്ള കച്ചവടക്കാരനാണ്. അയാളുടെ ഭാര്യയുണ്ട്. എന്നാൽ അയാൾക്ക് ഭാര്യയോടുള്ള ഹക്കുകൾ പൂർണ്ണമായി പൂർത്തീകരിക്കാൻ സാധിക്കുന്നില്ല. പകൽ മുഴുവനും കച്ചവട തിരക്കിലാണ്. രാത്രി വന്നാൽ അന്നത്തെ കച്ചവടവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ എഴുതുക, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെയാണ്. അങ്ങനെ ഭാര്യയോടുള്ള ഹക്കുകൾ പൂർണ്ണമായി പൂർത്തീകരിക്കാൻ സാധിക്കാത്തൊരുവനാണ്. എന്നാൽ ഇയാളുടെ തൊട്ടപ്പുറത്തേക്ക് വളരെ ദരിദ്രനായ ഒരു വ്യക്തിയുണ്ട്. എന്നാൽ ഈ ദരിദ്രനായ വ്യക്തി തൻ്റെ ഭാര്യയോടുള്ള ഹക്കുകളൊക്കെ പൂർത്തീകരിക്കുന്നുണ്ട്. ഇവർ ജനാബത്ത് കുളിക്കുന്നത് ഇദ്ദേഹത്തിന് അതിൻ്റെ വെള്ളം പോകുന്ന തോട് ഇവരുടെ മുന്നിലേക്കാണ്. അപ്പോൾ അത് അത്രത്തോടുകൂടി അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു എന്നാണ്. എന്നാൽ ഇവരുടെ വീട്ടിൽ അങ്ങനെ ഒന്നും സംഭവിക്കുന്നില്ല. അപ്പം ഇങ്ങനെ സംഭവിക്കുന്ന സമയത്ത് ഭാര്യ വന്ന് പരാതി പറഞ്ഞു, നിങ്ങൾ നോക്കൂ, ദരിദ്രനായ വ്യക്തി അയാൾ തൻ്റെ ഭാര്യയോടൊക്കെ ഹക്കുകൾ പൂർത്തീകരിക്കുന്നുണ്ട്, നിങ്ങൾ ഇത്രയും സമ്പത്തൊക്കെ ഉണ്ടാക്കിയിട്ട് നിങ്ങളിത് പൂർത്തീകരിക്കുന്നില്ല. അപ്പോൾ തന്ത്രശാലിയായ ഈ കച്ചവടക്കാരൻ ഉടനെ തന്നെ തൻ്റെ അയൽവാസിയോട് പറഞ്ഞു, യാ ബഫുലാൻ അൻ തജാറുന, നമ്മുടെ അയൽവാസിയാണ്, ഒലക്ക ഹക്കുനാലൈന, അയൽവാസിക്ക് ഒരുപാട് ബന്ധങ്ങളൊക്കെ ഉണ്ട്, വാൻ തഖലീലുദാത്തിൽ യദ്, നിന്റെ അടുക്ക് സമ്പത്തൊക്കെ കുറവാണല്ലോ, സഉതീക ദറാഹിം വൽതകുൻ 10,000 റിയാൽ തത്തജുർ ബിഹ, ഇതാ ഒരു 10,000 റിയാൽ ഞാൻ തരികയാണ്, നീ പോയി കച്ചവടം ചെയ്തോളൂ. തഅതി ബിസ്സിൽഅതി മിനൽ ബൽദി ഇലാ ബൽദിക ഹാദ വതബിയു ബിറിബ്, നീ നാട്ടിൽ നിന്നൊക്കെ സാധനമൊക്കെ കൊണ്ടുവന്ന് ലാഭത്തിനോടെ വിറ്റുകൊള്ളൂ, അങ്ങനെ നിനക്ക് ലാഭം കിട്ടും. അങ്ങനെ ഈ ദരിദ്രൻ അയാൾക്ക് വലിയ സന്തോഷമായി, കാരണം പണമൊക്കെ കിട്ടി, കച്ചവടം ചെയ്യാൻ തുടങ്ങി. അങ്ങനെ കച്ചവടം ചെയ്യാൻ തുടങ്ങിയപ്പോൾ പിന്നീട് അപ്പുറത്തെ വീട്ടിലെ വെള്ളം അത് ഉണങ്ങിപ്പോയി എന്നാണ് പറയുന്നത്. പിന്നീട് അവിടെ അങ്ങനെ വലിയ ഇതൊന്നും ഉണ്ടാവുന്നില്ല. അപ്പോൾ ഇബ്നു ഉസൈം റഹിമഹുള്ള ഒരു രസകരമായ കഥ അതിനിടയിൽ പറഞ്ഞത്, ഒരു മനുഷ്യൻ മറ്റെന്തെങ്കിലുമൊക്കെ കാര്യത്തിൽ തിരക്കിലായാൽ ഇത്തരം അനാവശ്യമായ ചിന്തകളിൽ നിന്നും അവന് തടയിടാൻ സാധിക്കും, ഒരു ഭൗതികമായ കാര്യമാണെങ്കിൽ കൂടി. എന്നാൽ വെറുതെ ഇരിക്കുന്ന മനസ്സുകളിലാണ് എപ്പോഴും ഹറാമിന്റെ ചിന്തകൾ ഒരുപാടുണ്ടാവുക. അതുകൊണ്ട് നോമ്പെടുക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവന് ഇത്തരം കാര്യങ്ങളിൽ നിന്നും പൂർണ്ണമായ സംരക്ഷണം ലഭിക്കുന്നതായിരിക്കും. മൻ ഇസ്തതാഅ മിൻകുമുൽ ബാഅത ഫല്യതസവ്വജ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അതുകൊണ്ട് തന്നെ നിങ്ങളിൽ ഒരാൾക്ക് കഴിവുണ്ടെങ്കിൽ അവൻ വിവാഹം കഴിക്കട്ടെ എന്നാണ്. ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാ അദ്ദേഹം പറയുന്നു, വഖൗലുഹു സല്ലല്ലാഹു അലൈഹി വസല്ലം ഫി ഹാദൽ ഹദീസ് മൻ ഇസ്തതാഅ മിൻകുമുൽ ബാഅത ഫല്യതസവ്വജ്, ഈ ഹദീസിൽ കഴിവുള്ള ഒരുവൻ അവൻ വിവാഹം കഴിക്കട്ടെ എന്ന് പറഞ്ഞാൽ, ഫഇദാ കാന റജുലു ലാ തക്ഫീഹി സൗജത്തുൽ വാഹിദ ഫഇന്നഹു യുഅ്മറു അൻ യതസവ്വജ അൽ ഉഖ്റാ, ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ഒരു ഭാര്യ മതിയാകുന്നില്ല എങ്കിൽ ഫഇന്നഹു യുഅ്മറു അൻ യതസവ്വജ അൽ ഉഖ്റാ, അവൻ ഒന്നുകൂടി വിവാഹം കഴിക്കട്ടെ എന്നാണ് ഈ ഹദീസിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അവൻ ഒന്നുകൂടി വിവാഹം കഴിക്കട്ടെ. ഫഇൻ കാന ലാ തക്ഫീഹി സാനിയ യുഅ്മറു ബി അൻ യതസവ്വജ സാലിസ, രണ്ട് ഭാര്യയെ മതിയാകാത്ത ഒരാളുണ്ടെങ്കിൽ അയാൾക്ക് 3 പേരെ വിവാഹം കഴിക്കാം. വഇൻ കാന ലാ തക്ഫീഹി സാലിസ യുഅ്മറു ബി അൻ യതസവ്വജ റാബിഅ വഹീന ഇദ്ൻ യക്മുലു നിസാബ്, 3 മതിയാകാത്ത ഒരാൾക്ക് 4 പേരെ വിവാഹം കഴിക്കാം. അങ്ങനെ അവന്റെ കണക്ക് പൂർത്തിയാക്കാം. ഫലാ യസീദുൽ അർബ, 4ൽ കൂടാൻ പാടില്ല. ലിഖൗലിഹി തആല ഫൻകിഹു മാ ത്വാബ ലക്കും മിനൻ നിസാഇ മസ്നാ വസുലാസ വറുബഅ, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, നീ വിവാഹം കഴിച്ചു കൊള്ളുക, സ്ത്രീകളിൽ നിന്നും 2, 3, 4 വിവാഹം കഴിച്ചു കൊള്ളുക എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരാൾക്ക് ഒരു ഭാര്യ മതിയാകുന്നില്ല, ഒരു ഭാര്യ കൊണ്ട് തന്നെ ഈ ഹദീസിൽ പറയപ്പെട്ടിട്ടുള്ള കാര്യം അഥവാ കണ്ണിനെ സൂക്ഷിക്കുക, അതല്ലെങ്കിൽ ലൈംഗിക വിശുദ്ധി സൂക്ഷിക്കുക എന്ന കാര്യത്തിൽ ഒരാൾക്ക് പ്രയാസമുണ്ട്. കാരണം അയാൾക്കുള്ള ലൈംഗിക വികാരം അത് കൂടുതലാണ്. അങ്ങനെയുള്ളൊരവസ്ഥയിൽ ഒരാൾക്ക് എന്തു ചെയ്യാം? രണ്ടാമത്തെ വിവാഹം ദീനിന് അനുവാദം നൽകുന്നു. കാരണം ചില ആളുകൾക്ക് അത് ആവശ്യമായി വരും. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ പറഞ്ഞത്, ചില വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒന്നാമത്തെ വിവാഹം എത്രത്തോളം നിർബന്ധമാണ് അതേപോലെ തന്നെ രണ്ടാമത്തെ വിവാഹവും നിർബന്ധമായി തീരും. കാരണം അവർ അതിനാവശ്യക്കാരായിരിക്കും. ചിലപ്പോൾ അവർക്ക് അതിനേക്കാൾ കൂടുതൽ ആവശ്യക്കാരായി തീരും. ഒരാൾക്ക് 4 വരെ ആവശ്യമായി തീരും, എന്നാൽ അതിൽ കൂടുതൽ ആവശ്യം ഉണ്ടാകുക എന്നുള്ളത് വളരെ കുറഞ്ഞ കാര്യമാണ്. അങ്ങനെ നാദിറായ കാര്യത്തിൽ ദീനുൽ ഇസ്ലാമിൽ ഹുക്കുമില്ല, അവർ ക്ഷമിക്കണം. അപ്പോൾ അങ്ങനെ ഒരാൾക്ക് പ്രയാസമുണ്ട് എങ്കിൽ അവർക്ക് 1ൽ കൂടുതൽ വിവാഹം കഴിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് അനുവാദം നൽകുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് ചെയ്ത് കാണിച്ചു തരികയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇവിടെ എപ്പോഴും അതുമായി ബന്ധപ്പെട്ട മസ്ലഹത്തുകൾ ഒരാൾ പരിഗണിക്കേണ്ടതുണ്ട്. ഇതിലൂടെ അവന് കൂടുതൽ ഉപകാരമാണോ ഉപദ്രവമാണോ ഉണ്ടാവുക എന്ന കാര്യം അവൻ ശരിക്കും പഠിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട്. ക്ഷമിക്കലാണോ എനിക്ക് കൂടുതൽ ഉപകാരം, അതല്ല ഈ രൂപത്തിൽ വിവാഹം കഴിക്കലാണോ കൂടുതൽ ഉപകാരം എന്നതിൻ്റെ അടിസ്ഥാനം അവൻ മനസ്സിലാക്കുക. കാരണം ഒരിക്കലും ഒരു ഖൈറ് അവന് വലിയ ഷർറിലേക്ക് കൊണ്ടുവത്തിക്കുന്ന ഒരവസ്ഥ ഉണ്ടാകാൻ പാടില്ല എന്നുള്ളത് ദീനിന്റെ പൊതുതത്വമാണ്. ഇതുമായി ബന്ധപ്പെട്ട ഫവായിദ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് പറഞ്ഞെടുത്ത് കൂടുതൽ നമുക്ക് വായിക്കാവുന്നതാണ്.
പിന്നീട് അദ്ദേഹം കൊടുക്കുന്ന ഒരു ചോദ്യം, ഒരു വ്യക്തിക്ക് നോമ്പെടുക്കാൻ നല്ല പ്രയാസമുണ്ട്, അപ്പോൾ ലൈംഗിക വികാരം കുറക്കുന്നതിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ മരുന്നുകൾ കുടിക്കുന്നത് പാടുണ്ടോ എന്നാണ്. അദ്ദേഹം പറയുന്നു, ലാ യുഅ്ദനു ലഹു ബിദാലിക്, ഇതൊരിക്കലും തന്നെ പാടില്ലാത്ത കാര്യമാണ്. കാരണം ഇത് എന്നേക്കും ഇത്തരത്തിലുള്ള പ്രയാസങ്ങൾ ഉണ്ടാക്കിയേക്കാൻ സാധ്യതയുണ്ട്. അത്തരം കാര്യങ്ങൾ ദീൻ ഒരിക്കലും തന്നെ അനുവദിക്കുന്നില്ല. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്നിട്ടുള്ള ഏറ്റവും നല്ല ആരോഗ്യപരമായ ഏറ്റവും ഖൈറായിട്ടുള്ള രീതി എന്ന് പറയുന്നത് നോമ്പനുഷ്ഠിക്കുക എന്നുള്ളതാണ്. ഇത്തരം മരുന്നുകളും ഗുളികകളും അത് പൂർണ്ണമായി ലൈംഗിക വികാരങ്ങളെ നഷ്ടപ്പെടുത്താനും അവൻ്റെ ശരീരത്തിന് ഉപദ്രവം ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. ഇത് ചെയ്യരുത് എന്നാണ് പറയുന്നത്. മിൻ ഫവായിദി ഹാദൽ ഹദീസ്, ഈ ഹദീസിലുള്ള ഫായിദകൾ: ഒന്ന്, ഹിക്മത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ ഖിതാബിഹി ഹൈസു യുവജ്ജിഹുൽ ഖിതാബ ഇലാ മൻ ഹുവ ഔലൻ നാസി ബിഹിം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹിക്മത്ത്, വിവാഹവുമായി ബന്ധപ്പെട്ട കാര്യം പറഞ്ഞപ്പോൾ എല്ലാ പ്രായത്തിലുള്ള ആൾക്കാരും ഉണ്ടാകും. പക്ഷേ ഏറ്റവും കൂടുതൽ ആവശ്യക്കാരെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യം പറഞ്ഞിട്ടുള്ളത്. അത് യുവാക്കളാണ്. യുവാക്കൾക്കാണ് ഏറ്റവും കൂടുതൽ ആവശ്യം. അതുകൊണ്ട് അവരെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും കൂടുതൽ പരിഗണിച്ചുകൊണ്ടത്. അവിടുത്തെ ഹിക്മത്ത് മനസ്സിലാക്കാം എന്നാണ്. രണ്ട്, അന്നൽ ഇൻസാന ഇദാ അറാദ തർഗീബ ഫീ ഷൈഇൻ ഫൽയദ്കുർ മസാലിഹ ലിഅന്ന ദിക്റൽ മസാലിഹി തുഹഫിസുൽ ഇൻസാന അലൽ ഇഖ്ദാം. എന്തെങ്കിലും ഒരു വിഷയത്തിലേക്ക് ഒരാളെ പ്രോത്സാഹിപ്പിക്കുന്ന സമയത്ത് അതുകൊണ്ട് ഉപകാരങ്ങൾ എടുത്തു പറയുക എന്നുള്ളത് വലിയ ഖൈറുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിവാഹം കഴിക്കുമ്പോൾ അതിന്റെ ഏറ്റവും വലിയൊരു ഉപകാരം പറഞ്ഞു, ഫഇന്നഹു അഗല്ലു ലിൽ ബസരി വഅഹ്സനു ലിൽ ഫർജ്. കണ്ണിനെ സൂക്ഷിക്കാനും ലൈംഗിക വിശുദ്ധി കാത്തു സൂക്ഷിക്കാനും അത് സാധിക്കും. വിവാഹം കഴിക്കുക എന്ന് പറയുന്നതിന്റെ ഇത്ര വലിയ ഖൈറുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുക്കാൻ. മൂന്നാമത്തെ ഫായിദ, ഹുസ്നു തഅലീമി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വദാലിക ബിഖർനിൽ ഹുക്മി ബിഇല്ലതിഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏറ്റവും മനോഹരമായ പഠിപ്പിക്കുന്ന രീതി. ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് പലപ്പോഴായി അദ്ദേഹത്തിന്റെ ഹദീസ് വിശദീകരണ ഗ്രന്ഥങ്ങളിൽ പറയുന്ന ഒരു ഫായിദയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും നന്നായിട്ടാണ് പഠിപ്പിക്കാറുള്ളത്. വദാലിക ബിഖർനിൽ ഹുക്മി ബിഇല്ലതിഹി. ഒരു ഹുക്മ പറയുമ്പോൾ, ദീനിന്റെ ഒരു വിധി പറയുമ്പോൾ അതിന്റെ ഒരു ഇല്ലത്ത്, അത് ഇന്ന കാരണം കൊണ്ടാണെന്ന് പറയുക എന്നുള്ളതാണ്. കാരണം ഇവിടെ വിവാഹം കഴിക്കാൻ പറയുമ്പോൾ എന്തിനാണ് വിവാഹം കഴിക്കുന്നതിന്റെ ഫായിദ വളരെ കൃത്യമായി, അഗല്ലു ലിൽ ബസർ വഅഹ്സനു ലിൽ ഫർജ്. ഇതേപോലെ ഒരുപാട് ഹദീസുകളിൽ അതിന്റെ ഫായിദ കൂടി പറയുന്നത്, ഇന്നത് ചെയ്താൽ ഇന്ന് കിട്ടും. കാരണം ഇങ്ങനെ പറയുന്ന സമയത്ത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന് കൂടുതൽ തൃപ്തി ഉണ്ടായിരിക്കുന്നതായിരിക്കും. അതിൻ്റെ ഒരു കാരണം പറഞ്ഞു തരുമ്പോൾ അതിന് കൂടുതൽ തൃപ്തി ഉണ്ടായിരിക്കും. എന്നാൽ അതിന്റെ അർത്ഥം ഒരിക്കലും തന്നെ എന്തല്ല, കാരണം മനസ്സിലാകാത്തതൊന്നും നമ്മൾ സ്വീകരിക്കേണ്ടതല്ല എന്നല്ല. മറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു കാര്യം പറഞ്ഞാൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യം പറഞ്ഞാൽ, വമാ കാന ലിമുഅ്മിനിൻ വലാ മുഅ്മിന ഇദാ ഖലല്ലാഹു വറസൂലുഹു അംറൻ അൻ യകൂന ലഹുമുൽ ഖിയറതു മിൻ അംരിഹിം. അല്ലാഹു അവന്റെ റസൂൽ ഒരു കാര്യത്തിൽ ഒരു തീരുമാനം പറഞ്ഞാൽ, ഒരു വിധിച്ചാൽ ഒരു മുഅ്മിൻ അതിൽ നിന്നും ഒരു തിരഞ്ഞെടുപ്പ് അവകാശം അവനില്ല. അവന് തോന്നിയത് വേണമെങ്കിൽ എടുക്കാം, അതല്ലെങ്കിൽ ഒഴിവാക്കാം. ഇല്ല, നിർബന്ധമായും അവർ എടുത്തേ മതിയാവുകയുള്ളൂ. ഒരിക്കൽ ആയിഷ റളിയല്ലാഹു അൻഹയോട് ചോദിച്ചല്ലോ, മാ ബാലുൽ ഹൈൽ, എന്താണ് ഹൈലുകാർ, തഖ്ലിസ് സൗമ വലാ തഖ്ലിസ് സലാ, നിസ്കാരം കളാ വീട്ടുന്നില്ല, നോമ്പ് കളാ വീട്ടുന്നു. അല്ല, നിസ്കാരമാണ് ഏറ്റവും ഫർളായിട്ടുള്ള ഇബാദത്ത്, പക്ഷെ നിസ്കാരം അവർക്ക് കളാ വീട്ടണ്ട, നോമ്പ് കളാ വീട്ടണം. അവർ പറഞ്ഞത്, കാന യുസീബുന ദാലിക ഫനുഅ്മറു ബിഖളാഇസ് സൗമി വലാ നുഅ്മറു ബിഖളാഇസ് സലാ. ഞങ്ങൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാലത്ത് ഇതുണ്ടായിരുന്നു. അവിടുന്ന് ഒരിക്കലും നിസ്കാരം കളാ വീട്ടാൻ പറഞ്ഞിട്ടില്ല, നോമ്പ് മാത്രമേ കളാ വീട്ടാൻ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ അവിടെ നമുക്ക് അവരുടെ ഹുക്ം അത് മതി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എന്നുള്ളത് തന്നെ നമുക്കത് തൃപ്തിപ്പെടാൻ മതിയായതാണ്. പക്ഷെ എന്നിരുന്നാലും ചില സമയങ്ങളിൽ നമുക്കതിന്റെ കാരണം കൂടി ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അത് കൂടുതൽ ഖൈറായ കാര്യമാണ്. നോക്കൂ, ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം അവിടുത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഉലുൽ അസ്മിൽപ്പെട്ട ഏറ്റവും അടുത്ത പ്രവാചകന്മാരിൽ ഒരാളാണ്. പക്ഷേ അവിടുന്ന് ചോദിച്ചു, റബ്ബി അരിനി കൈഫ തുഹ്യിൽ മൗത ഖാല അവലം തുഅ്മിൻ. റബ്ബേ, എങ്ങനെയാണ് നീ മരിച്ചവരെ ജീവിപ്പിക്കുന്നത് എന്ന് എനിക്ക് കാണിച്ചു തരുമോ? അപ്പോൾ അള്ളാഹു ചോദിച്ചു, ഖാല അവലം തുഅ്മിൻ, നീ വിശ്വസിക്കുന്നില്ലേ? ഖാല ബല വലാകിൽ യത്മഇന്ന ഖൽബി. വിശ്വസിക്കുന്നുണ്ട്, പക്ഷേ എൻ്റെ ഹൃദയത്തിൽ കൂടുതൽ സമാധാനം കിട്ടാൻ, കൂടുതൽ ഉറപ്പ് കിട്ടാനാണ് എന്ന് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം പറയുകയാണ്. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു പക്ഷിയെ അങ്ങനെ ചിഹ്നമാക്കി വ്യത്യസ്ത സ്ഥലങ്ങളിലേക്ക് എറിയാനും അതിനെ ഒരുമിച്ച് കൊണ്ടുവരാൻ പറഞ്ഞതുമൊക്കെ പിന്നീട് ആയത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അഥവാ ഒരാൾ ഒരു ഹിക്മത്ത് അന്വേഷിക്കുക, അല്ലെങ്കിൽ ഹിക്മത്ത് അറിയുമ്പോൾ അയാൾക്ക് കൂടുതൽ യക്കീൻ ഉണ്ടാകുക എന്നതൊരിക്കലും തെറ്റായിട്ടുള്ള കാര്യമല്ല. പക്ഷേ അവൻ ശ്രദ്ധിക്കേണ്ടത്, ഹിക്മത്ത് അറിഞ്ഞാലും ശരി ഇല്ലെങ്കിലും ശരി അവൻ ദീനിൽ സ്ഥിരപ്പെട്ടു എന്ന് മനസ്സിലാക്കിയാൽ അത് സ്വീകരിക്കൽ നിർബന്ധ ബാധ്യതയാണ്. അൽ ഫായിദത്തു റാബിഅ أن الصوم له فائدة عظيمة في كبح جماه الشهوة لقوله صلى الله عليه وسلم فإن له وجاء. നോമ്പിന് അവന്റെ ലൈംഗിക വികാരങ്ങളെ മുറിച്ചു കളയാൻ അതിന് വലിയ ഉപകാരമുണ്ട്. ഫഇന്ന ലഹു വിജാ, അത് പരിചയമാണെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അവിടുന്ന് പറഞ്ഞ കാര്യമാണ്. അപ്പം അങ്ങനെയുള്ള പ്രയാസമുള്ള ആളുകൾ നോമ്പ് വർദ്ധിപ്പിക്കേണ്ടതുണ്ട് എന്നാണ്. അപ്പം അത് നാം നേരത്തെ പറഞ്ഞതുപോലെ വിവാഹം കഴിക്കാൻ ദാരിദ്ര്യം കൊണ്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ പ്രയാസം കൊണ്ടോ ഒക്കെ ബുദ്ധിമുട്ടുന്ന ആളുകളുണ്ടാകും. അപ്പോൾ വേറെ വഴിയില്ല.
വേറെ വഴിയില്ല. അവർക്ക് മുന്നിലുള്ള വഴി ഒരേ ഒരു വഴി, അത് നോമ്പനുഷ്ഠിക്കുക എന്നുള്ളതാണ്. അൽഫായിദത്തുൽ ഖാമിസ തഹ്രീമുൽ ഇസ്തിംനാ, സ്വയംഭോഗം നിഷിദ്ധമാണ് എന്ന് ഈ ഹദീസിൽ നിന്ന് കിട്ടും. സ്വയംഭോഗം നിഷിദ്ധമാണെന്ന് മനസ്സിലാക്കാൻ കാരണം എന്താണ്? കാരണം ഒരു ദരിദ്രന് ഏറ്റവും എളുപ്പം അവന് ഒരു വിവാഹം കഴിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ ഏറ്റവും എളുപ്പം അവൻ പിന്നീട് സ്വയംഭോഗം ചെയ്യുക എന്നുള്ളതാണ്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുറച്ചുകൂടി പ്രയാസമുള്ള നോമ്പിന്റെ കാര്യമാണ് പറയുന്നത്. അവിടുത്തെ അടിസ്ഥാനത്തിൽപ്പെട്ടതാണ്. ഏതൊരു കാര്യം, രണ്ട് കാര്യം മുന്നിൽ വന്നാൽ ഏറ്റവും എളുപ്പമുള്ളതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരഞ്ഞെടുത്ത് പറഞ്ഞു തരാറുള്ളത്. നോമ്പ് അല്പം പ്രയാസമുണ്ടായിട്ടും സ്വയംഭോഗം ഒഴിവാക്കണം, നോമ്പാണ് എടുക്കേണ്ടത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തരുന്നതിൽ, അതേപോലെ ദീനിന്റെ ഒരുപാട് പൊതുവായിട്ടുള്ള തെളിവുകളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത് മൻ ലം യസ്തതി ഫഅലൈഹി ബിസ്സൗം, നോമ്പ് മാത്രമേ എടുക്കാൻ അനുവാദമുള്ളൂ. അവന് ഏത് നിലക്കുള്ള സ്വയംഭോഗത്തിന്റെ രീതികളാണെങ്കിലും അത് ദീനിൽ നിഷിദ്ധമാണ് എന്നാണ് മനസ്സിലാക്കാനുള്ളത്. ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് പറയുന്നു, വനഹ്നു നഖൂലു ലിശ്ശബാബ്, യുവാക്കളോട് നമ്മൾ പറയട്ടെ, ഇസ്ബിറു, നിങ്ങൾ ക്ഷമിക്കണം, ഫഇന്ന ലക്കും അജ്റൻ ഫീ മുആനാത്തി ശഹ്വ, നിങ്ങളുടെ ലൈംഗിക ദേഹേച്ഛകളെ നിങ്ങൾ പ്രയാസത്തോടുകൂടി സഹിക്കുന്നതിൽ നിങ്ങൾക്ക് വലിയ പ്രതിഫലമുണ്ട്. ഇതൊരു സബറാണ്. ആ ചെയ്യുന്ന സബറിന് വലിയ പ്രതിഫലമുണ്ട്. വദ്കുറു ഖൗലല്ലാഹി തആല, നിങ്ങൾ അല്ലാഹുവിന്റെ ഈ വാക്കൊന്ന് ചിന്തിച്ചു നോക്കൂ. വൽയസ്തഅഫിഫിൽ ലദീന ലാ യജിദൂന നികാഹൻ ഹത്താ യുഗ്നിയഹുമുല്ലാഹു മിൻ ഫദ്ലിഹി വൽയസ്തഅഫിഫ്, ഒരുവൻ ഇഫ്ഫത്ത് കാണിക്കട്ടെ, ചാരിത്രശുദ്ധി കാണിക്കട്ടെ. അല്ലദീന ലാ യജിദൂന നികാഹൻ, നിക്കാഹ് കഴിക്കാനുള്ള പ്രായം എത്തിയിട്ടില്ല, അതിനുള്ള കാര്യം ഒരാൾക്ക് എത്തിയിട്ടില്ല എങ്കിൽ അവൻ ലൈംഗിക വിശുദ്ധി കാത്തു സൂക്ഷിക്കട്ടെ. ഹത്താ യുഗ്നിയഹുമുല്ലാഹു മിൻ ഫദ്ലിഹി, അങ്ങനെ ആയാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഔദാര്യത്തിൽ നിന്നും അല്ലാഹു അവന് ഗിന നൽകുന്നതാണ്. നിക്കാഹ് കഴിക്കാൻ എളുപ്പം നൽകണമെങ്കിൽ ക്ഷമ കാണിക്കണം എന്നാണ് പറയുന്നത്. എന്നാൽ ഒരാൾ ക്ഷമ കാണിക്കാതിരുന്നു കഴിഞ്ഞാൽ ഒരു വേള അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ കൂടുതൽ പരീക്ഷണത്തിലേക്ക് ആക്കി കളയും. ചിലപ്പോൾ അവന് പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ നടക്കുകയില്ല. എന്നാൽ ക്ഷമിച്ചുകൊണ്ടിരുന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഔദാര്യത്തിൽ നിന്ന് അവന് കാര്യങ്ങൾ എളുപ്പമാക്കി തീർക്കും. അല്ലാഹുവിനെ അനുസരിക്കുന്നതിലോടുകൂടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ സഹായിക്കുക. സലാസത്തുൻ ഹഖ്ഖുൻ അലല്ലാഹി ഔനുഹും, മൂന്നാളുകൾ അവരെ സഹായിക്കുക എന്നുള്ളത് അള്ളാഹുവിന്റെ ബാധ്യതയാണ് എന്ന് പറഞ്ഞു. അതിൽപ്പെട്ട ഒരു വ്യക്തിയാണ് ഒരാൾ നിക്കാഹ് കഴിക്കാൻ പ്രയാസം ഉണ്ടായിട്ട് ഇഫ്ഫത്ത്, ചാരിത്രശുദ്ധി കാത്തു സൂക്ഷിക്കുന്നയാൾ, അയാൾ അള്ളാഹു സുബ്ഹാനഹു വ തആല സഹായിക്കുമെന്നാണ്. അപ്പൊ ആ സഹായം ലഭിക്കണമെങ്കിൽ വൽയസ്തഅഫിഫ്, അവൻ ഇഫ്ഫത്ത് കാണിക്കട്ടെ എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ളത്. ആറാമത്തെ ഫായിദ അന്നഹു ഇദാ തഅദ്ദറ ശൈ ഫലാ ബുദ്ദ മിൻ ബദീൽ, അതൊരു പൊതുതത്വമാണ്. ഏതെങ്കിലും ഒരു കാര്യം ഒരാൾക്ക് സാധിക്കാതെ വന്നാൽ അതിനൊരു പകരം ഉണ്ടാകണം. പകരം ഉണ്ടെങ്കിലേ ആ ഒരു കാര്യം ചെയ്യാൻ പാടില്ല എന്ന് പറയുമ്പോൾ നമുക്കത് കൂടുതൽ സാധിക്കുകയുള്ളൂ. ഇവിടെ വിവാഹം കഴിക്കാൻ പറ്റാത്ത ആൾക്ക് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റൂല എന്ന് പറഞ്ഞാൽ, അല്ല, അതിന് പകരം ഒരു കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞോട് നോമ്പെടുത്താൽ മതി. അപ്പൊ ആ പകരം നോമ്പെടുത്തു കഴിഞ്ഞാൽ അത് അതിന് സമാധാനമാകുമെന്നാണ്. അപ്പൊ ദീനിലത് പൊതു താല്പര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്വഹാബികൾ റാഇന, ഇങ്ങോട്ട് നോക്കൂ എന്ന വാക്ക് പറഞ്ഞപ്പോൾ അല്ലാഹു തആല വിലക്കി. കാരണം യഹൂദികൾ അത്തരം വാക്കുകൾ കൊണ്ട്, യഹൂദികളാണ് അത് കൊണ്ടുവന്നത്, അത്തരം വാക്കുകൾ കൊണ്ട്, അല്ലെങ്കിൽ മുനാഫിക്കുകൾ അവരത് ഉദ്ദേശിച്ചത് ഒരു മോശപ്പെട്ട ഒരു അർത്ഥം കൂടി, ഒരു നിന്ദിക്കുന്ന ഒരു അർത്ഥം കൂടി ഉണ്ട് എന്നാണ്. അതുകൊണ്ട് അല്ലാഹു തആല പകരം കൂടി പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. യാ അയ്യുഹല്ലദീന ആമനൂ ലാ തഖൂലു റാഇന വഖൂലു ഉൻദുർന, റാഇന എന്ന് പറയണ്ട, ഉൻദുർന, ഞങ്ങളിലേക്ക് നോക്കൂ എന്ന ശരിയായ നേർക്കുനേരെയുള്ള അർത്ഥമുള്ള വാക്ക് പറയാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതേപോലെ ഒരു വ്യക്തി ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, മാഷാ അല്ലാഹ് വശിഅത, അള്ളാഹും താങ്കളും ഉദ്ദേശിച്ചത്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വലാകിൻ ഖൂലു മാഷാ അല്ലാഹു വഹ്ദഹ, നീ ഒരിക്കലും അങ്ങനെ പറയാൻ പാടില്ല. അതിനോട് വളരെ ശക്തമായി വിലക്കിയിട്ടൊക്കെ ഉണ്ട്. ജഅൽതനി ലില്ലാഹി നിദ്ദ, നീ എനിക്ക് അള്ളാഹുവിനെ നിദ്ദാക്കുകയാണോ, സമനാക്കുകയാണോ? നീ മാഷാ അല്ലാഹു വഹ്ദഹ, അള്ളാഹു മാത്രം ഉദ്ദേശിച്ചത് എന്ന് പറഞ്ഞു, ഞാൻ അള്ളാഹുവിന്റെ കൂടെ ഉദ്ദേശിച്ചിട്ടില്ല. മശീയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പോലും അള്ളാഹുവിനോടൊപ്പം പങ്കില്ല. ഒരു വാവ് ചേർത്തുകൊണ്ട് ഒരുമിച്ച് പറയാൻ അവിടെ പാടില്ല എന്നാണ്. അപ്പൊ അങ്ങനെ ഒരുപാട് ഹദീസുകളിലുമൊക്കെ ഒരു പകരം, ഒരു ബദീൽ ഏർപ്പെടുത്തിക്കൊടുക്കും. ഒരു കാര്യം പാടില്ല എന്ന് പറയുമ്പോൾ അതിന് പകരം ഉണ്ട്, ദീനിലുണ്ടായിരിക്കുന്നതാണ്. ഒരു കാര്യം പാടില്ല എന്ന് പറയുമ്പോൾ അതിന് ഹലാലായ, അതിന് രക്ഷപ്പെടാനുള്ള മാർഗം ഇപ്പുറത്തുണ്ടായിരിക്കുന്നതായിരിക്കും. രണ്ടാമത്തെ ഹദീസ്, അൻ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു അന്ന നഫറൻ മിൻ അസ്ഹാബിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഅലു അസ്വാജൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അൻ അമലിഹി ഫിസ്സിർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബികളിൽ നിന്നും ഒരു കൂട്ടം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാരോട് ചോദിച്ചു. എന്താണ് ചോദിച്ചിട്ടുള്ളത്? അൻ അമലിഹി ഫിസ്സിർ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിൽ രഹസ്യമായി ചെയ്തിരിക്കുന്ന സൽക്കർമ്മങ്ങൾ എന്തൊക്കെയാണ്? അപ്പൊ പരസ്യമായിട്ടുള്ളത് മസ്ജിദ് നബവിയിൽ അവർക്ക് കാണാൻ സാധിക്കുന്നുണ്ട്, ബാക്കിയൊക്കെ കാണുന്നുണ്ട്. പിന്നെയുള്ള ഇബാദത്ത് രാത്രി മുഴുവനും ഭാര്യമാരെ വീട്ടിൽ വെച്ചാണ്. ഇപ്പൊ സ്വഹാബികൾ കൂടുതൽ സൽക്കർമ്മങ്ങൾ വർദ്ധിപ്പിക്കണം എന്ന് ആഗ്രഹമുള്ളവരാണ്. എന്താണ് രാത്രിയിൽ എന്താണ് റസൂലുള്ളാഹിന്റെ പ്രവർത്തനങ്ങൾ, ഇനി അതറിഞ്ഞിട്ട് വേണം അതൊക്കെ രാത്രിയും അതേപോലെ ഹയാത്താക്കാൻ.
എന്ന താല്പര്യത്തോടു കൂടിയാണ് സ്വഹാബികൾ ഉമ്മഹാത്തുൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളുടെ ഉമ്മമാരായ അഥവാ സ്വഹാബികളുടെ കൂടി ഉമ്മമാരായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭാര്യമാരോട് പോയി കാര്യങ്ങൾ ചോദിച്ചത്. ഫഖാല ബഅ്ദുഹും, അങ്ങനെ അവർ കാര്യങ്ങളൊക്കെ കേട്ടറിഞ്ഞപ്പോൾ ഹദീസിന്റെ വിശദീകരിച്ചുകൊണ്ടുള്ള ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും അവർക്കത് വളരെ കുറഞ്ഞു പോയെ തോന്നി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത്രയാണോ ചെയ്യുന്നത്? അപ്പോൾ അവരിൽ ചിലർ പറഞ്ഞു, ഒരു വേള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കഴിഞ്ഞുപോയതും വരാനിരിക്കുന്നതുമായ പാപങ്ങളൊക്കെ പുറത്തു കൊടുത്തയാളാണ്. അവിടത്തേക്ക് ചിലപ്പോൾ അത്ര അമലുകൾ മതിയായിരിക്കുന്നതായിരിക്കും, കൂടുതൽ ചെയ്യേണ്ടി വരികയില്ല. എന്നാൽ ഞങ്ങൾ അങ്ങനെയല്ലല്ലോ, നമുക്ക് ഒരുപാട് ഇബാദത്തുകൾ ചെയ്യേണ്ടതുണ്ട്. അങ്ങനെ പോയ 3 ആളിൽ ഒരാൾ പറഞ്ഞു, ലാ തസവ്വജു നിസാ, ഞാൻ ഇനി എന്ത് ചെയ്യുകയില്ല, കല്യാണം കഴിക്കുകയില്ല. വഖാല ബഅ്ദുഹും ലാ അക്കുലുൽ ലഹം, ഞാൻ ഇറച്ചി തിന്നുകയില്ല. വഖാല ബഅ്ദുഹും ലാ അനാമു അലാ ഫിറാശ്, ഞാൻ ഒരു വിരിപ്പിൽ ഇനി കിടക്കുകയില്ല എന്ന് പറഞ്ഞു. ഫബലഗ ദാലിക നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫഹമിദല്ലാഹു വഅസ്ന അലൈഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കലേക്ക് ഈ വിവരം എത്തുകയും അവിടുന്ന് ഉടനെ തന്നെ അള്ളാഹുവിനെ സ്തുതിച്ച് ഹംദും സനാവും ഒക്കെ പറഞ്ഞിട്ട് അവിടുന്ന് പറഞ്ഞു, മാ ബാലു അഖ്വാമിൻ ഖാലു കദാ, എന്താണ് ചില ആളുകൾ ഇങ്ങനെയൊക്കെ പറയുന്നത്, ലാകിൻ ഉസല്ലി വ അനാം, ഞാൻ നിസ്കരിക്കുകയും ഉറങ്ങുകയും ചെയ്യുന്നുണ്ട്. വാസുമു വഫ്തിർ, ഞാൻ നോമ്പെടുക്കുകയും നോമ്പ് ഒഴിവാക്കുകയും ചെയ്യുന്നുണ്ട്. വാ തസവ്വജു നിസാ, ഞാൻ സ്ത്രീകളെ കല്യാണം കഴിച്ചിട്ടുണ്ട്. ഫമൻ റഗിബ അൻ സുന്നതി ഫലൈസ മിന്നി, ആരാണോ എൻ്റെ സുന്നത്തിനോട് വിമുഖത കാണിക്കുന്നത് അവൻ എന്നിൽപ്പെട്ടവനല്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നോക്കൂ സഹോദരങ്ങളെ, ഇവിടെ ഈ പറയുന്ന സ്വഹാബികളെല്ലാം വളരെ തൽപരരായിരുന്നു, സൽക്കർമ്മങ്ങൾ വർദ്ധിപ്പിക്കണമെന്ന ആഗ്രഹത്തോടു കൂടിയാണ് അവർ ഇവിടെ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ടാണ് അവർ പറഞ്ഞത് ലാ തസവ്വജു നിസാ, ഞാൻ സ്ത്രീയെ വിവാഹം കഴിക്കുന്നില്ല. കാരണം അവർ മനസ്സിലാക്കിയത് ഒരു സ്ത്രീയെ വിവാഹം കഴിക്കുക എന്ന് പറയുമ്പോൾ ഒരുപാട് സമയവും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പോകും. നമുക്ക് കൂടുതൽ ഇബാദത്തിൽ മുഴുകിയിരിക്കണമെങ്കിൽ അങ്ങനെ സ്ത്രീകളുമായി ബന്ധമില്ലാത്തതാണ് നല്ലത് എന്ന് നല്ലതാണെന്നുള്ള ധാരണയോടുകൂടി അവരത് ചെയ്യുകയാണ്. രണ്ടാമത്തെ ആൾ പറഞ്ഞത് ലാ അക്കുലുൽ ലഹം, ഞാൻ ഇറച്ചി തിന്നുന്നില്ല. കാരണം ഇറച്ചി തിന്നുക എന്ന് പറയുന്നത് അതും ഒരു ഷഹവത്ത് ഉണ്ടാക്കുന്ന കാര്യമാണ്. അപ്പം അങ്ങനെയുള്ള ഷഹവത്ത് ഉണ്ടാക്കുന്ന കാര്യങ്ങളൊന്നും വേണ്ട, ഭൗതിക വിരക്തി, പൂർണ്ണമായ വിരക്തിയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. മൂന്നാമത്തെ ആൾ പറഞ്ഞത് ലാ അനാമു അലാ ഫിറാശ്, ഞാനൊരു വിരിപ്പിൽ ഉറങ്ങുകയില്ല എന്ന് പറഞ്ഞാൽ അയാൾ കല്ലിൽ ഉറങ്ങുമെന്നല്ല ഇബ്നു സൈമ റഹിമഹുല്ലാഹ് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഞാൻ ഉറങ്ങുന്നില്ല ഇന്ന് രാത്രി, അങ്ങനെ ഒരു നിശ്ചയിക്കപ്പെട്ട സമയത്ത് ഇനി ഞാൻ ഉറങ്ങുക എന്നുള്ള പരിപാടിയില്ല, രാത്രിയൊക്കെ പൂർണ്ണമായി ഇബാദത്ത് ചെയ്യുക എന്നുള്ളത് തന്നെ. ഫബലഗ ദാലിക നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കിലേക്ക് ഇതെത്തി. സല്ലല്ലാഹു അലൈഹി വസല്ലം കയ്യിൽ ഒരു കാര്യം എത്തിയാൽ അവിടുന്ന് തന്നെ മുൻകറാണെങ്കിൽ, തെറ്റായ കാര്യമാണെങ്കിൽ അവിടുന്ന് ഉടനെ തന്നെ അവിടുന്ന് എന്ത് ചെയ്യുമായിരുന്നു, അവിടുന്ന് എതിർക്കുമായിരുന്നു. ഉടനെ തന്നെ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തു, ആളുകളുടെ അടുക്കലേക്ക് വന്നു. കാരണം ജനങ്ങളിൽ ഇങ്ങനെയൊക്കെ വിചാരമുള്ള ഒരുപാട് ആളുകൾ ഉണ്ടായിരിക്കും എന്ന കാരണത്താൽ ഒരു ഖുതുബയാണ് അവിടുന്ന് നടത്തിയത്. ഖുതുബയിൽ ഹംദും സനാവും ഒക്കെ പറഞ്ഞ് അള്ളാഹുവിനെ പുകഴ്ത്തിക്കൊണ്ട് അവിടുന്ന് പറഞ്ഞിട്ടുള്ള കാര്യമാണ് മാ ബാലു അഖ്വാമിൻ ഖാലു കദാ, എന്താണ് ചില ആളുകളുടെ അവസ്ഥ, അവർ ഇന്ന കാര്യങ്ങളൊക്കെ പറയുന്നു. ലാകിൻ ഉസല്ലി വ അനാം, ഞാൻ രാത്രിയിൽ നിസ്കരിക്കുകയും ഉറങ്ങുകയും ചെയ്യുന്നുണ്ട്. വാസുമു വഫ്തിർ, പകലിൽ നോമ്പെടുക്കുകയും നോമ്പ് ഒഴിവാക്കുകയും ചെയ്യുന്നുണ്ട്. വാ തസവ്വജു നിസാ, ഞാൻ ഭാര്യമാരെ കല്യാണം കഴിച്ചിട്ടുമുണ്ട്. അതേപോലെ ഇറച്ചി ഇദ്ദേഹം വേണ്ട എന്നാണ് ഒരാൾ പറഞ്ഞത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആകട്ടെ ഇറച്ചി കഴിക്കുന്ന ആളാണ്. നമ്മൾ നേരത്തെ ഒരു ഹദീസിൽ മനസ്സിലാക്കിയിട്ടുള്ളതാണ്, അവിടുന്ന് ഇറച്ചി ആവശ്യപ്പെട്ടിട്ടുണ്ട്. ബരീറയുടെ വീട്ടിലേക്ക് എത്തിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ അവിടെ ഒരു അടുപ്പിൽ ഇറച്ചി പാചകം ചെയ്യുന്നതായിട്ട് കണ്ടു. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കൊണ്ടുകൊടുത്തപ്പോൾ അത് സാധാരണ ഒരു ഭക്ഷണമാണ് കൊടുത്തത്, ഇറച്ചി അതിലില്ല. അപ്പോൾ അവിടുന്ന് ചോദിക്കുക തന്നെ ചെയ്തിട്ടുണ്ട്, അലം അറൽ ബുർമത അലന്നാർ, അവിടെ അടുപ്പത്ത് ഇറച്ചി വേവിക്കുന്നത് ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ അവർ പറഞ്ഞു, യാ റസൂലല്ലാഹ് ലാകിൻ ഹാദാ ലഹ്മുൻ തുസദ്ദിഖ ബിഹി അലാ ബരീറ, ഇത് ബരീറക്ക് സദഖയായി കിട്ടിയാണ്, സക്കാത്തിൻ്റെതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുടുംബത്തിന് സക്കാത്ത് പറ്റില്ലല്ലോ, അതുകൊണ്ടാണ്. അപ്പോൾ അവിടുന്ന് പറഞ്ഞു, അല്ല, ഇത് നിങ്ങൾക്കാണ് സക്കാത്തായി കിട്ടിയത്, ഇനി നിങ്ങളുടെ കയ്യിൽ നിന്ന് കിട്ടിയാൽ നിങ്ങൾ എന്നെ എനിക്ക് തന്നാൽ ഹുവ അലൈഹ സദഖ, അത് അവൾക്ക് സദഖയാണ്. വഹുവ മിൻഹാ ലഹ ഹദിയ, അതെനിക്ക് ഹദിയായി മാറും, പിന്നെ സക്കാത്തല്ല, അതെനിക്ക് ഹദിയായി മാറും, അതുകൊണ്ട് ഇത് കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അത് എത്രത്തോളം അവിടുന്ന് ഇറച്ചി ആവശ്യപ്പെട്ട് കഴിച്ചിട്ട് പോലും ഉണ്ട്, അങ്ങനെ ഇറച്ചി കഴിക്കാതിരുന്നിട്ടില്ല എന്നാണ്. ഫമൻ റഗിബ അൻ സുന്നതി, ആരെങ്കിലും എന്റെ സുന്നത്തിനോട് വിമുഖത കാണിക്കുകയാണ്, അതായത് വിമുഖത കാണിക്കുക എന്ന് പറഞ്ഞാൽ കേവലം ഒഴിവാക്കുക എന്നുള്ളതല്ല. ഒരാൾക്ക് വേണമെങ്കിൽ ഇറച്ചി ഒഴിവാക്കാം മറ്റെന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട്, പക്ഷെ വിമുഖത കാണിക്കുക എന്ന് പറഞ്ഞാൽ അങ്ങനെ ഇറച്ചി ഒരു പ്രശ്നമാണ്, ഇറച്ചിയൊന്നും കഴിക്കാൻ പാടില്ല, അതൊന്നും നല്ലതല്ല. കൂടുതൽ അള്ളാഹുലേക്ക് അടുക്കാൻ വേണ്ടി ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ, ഹലാലായ ചില കാര്യങ്ങൾ ഒഴിവാക്കണം എന്ന നിലക്ക് അതിനോടൊരു വിമുഖത കാണിക്കുകയാണെങ്കിൽ ഫലൈസ മിന്നി, അവൻ എന്നിൽപ്പെട്ടവനല്ല എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. നമ്മൾ അധ്യായവുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് വിവാഹം പാടില്ല എന്ന് പറഞ്ഞ വിഷയമാണ്. ലാ തസവ്വജു നിസാ, ഞാൻ സ്ത്രീകളെ കല്യാണം കഴിക്കുകയില്ല എന്ന് പറഞ്ഞതാണ് നമ്മുടെ കിതാബ് നിക്കാഹുമായി ബന്ധപ്പെട്ടത്. അതൊരു പുണ്യ പ്രവൃത്തിയാണ്, കല്യാണം കഴിക്കാതിരിക്കലാണ്. അള്ളാഹുലേക്ക് കൂടുതൽ അടുക്കാൻ നല്ലത് എന്ന് ചിന്തിക്കുകയാണെങ്കിൽ അത് അപകടമാണ്. ഫലൈസ മിന്നി, അവൻ എന്നിൽപ്പെട്ടവനല്ല എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. മിൻ ഫവായിദി ഹാദൽ ഹദീസ്,
الفائدة الأولى أن الاجتهاد قد يكون مصيبا وقد يكون مخطئا فالمصيب ما وافق الشرع فالمخطئ ما خالف الشرع. പണ്ഡിതന്മാരുടെ ഇജ്തിഹാദുകൾ ചിലപ്പോൾ ശരിയാകും, ചിലപ്പോൾ തെറ്റാകും എന്നുള്ളതിൻ്റെ തെളിവ് ഇതിലുണ്ട്. എവിടെ നിന്നാണ് നമുക്കത് തെളിവ് കിട്ടിയത്? പണ്ഡിതന്മാരുടെ ഇജ്തിഹാദ് ചിലപ്പോൾ ശരിയാകും, ചിലപ്പോൾ തെറ്റാകും. എങ്ങനെയാണ്, എന്താണ് അതിനുള്ള തെളിവ്? ഈ ഹദീസിൽ സഹാബികൾ ചെയ്തതാണ്. സഹാബികൾ പണ്ഡിതന്മാരാണ്, അവരെന്ത് ചെയ്തിട്ടുണ്ട്? അവർ ഇജ്തിഹാദ് ചെയ്തതാണ്. ഇങ്ങനെ ചെയ്യാം, നോമ്പ് ഒഴിവാക്കാം, രാത്രി ഉറക്കം ഒഴിവാക്കാം, വിവാഹം ഒഴിവാക്കാം, ഇറച്ചി ഒഴിവാക്കാം. അവരുടെ ഇജ്തിഹാദാണ്. അത് ചിലപ്പോൾ ശരിയാകും, ചിലപ്പോൾ തെറ്റാകും. അപ്പോൾ തെറ്റായതിനുള്ള തെളിവാണ് നമുക്കിവിടെ മനസ്സിലാക്കിയത്. കാരണം അവരെല്ലാവരും തന്നെ അള്ളാഹുലേക്ക് കൂടുതൽ അടുക്കണമെന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ചെയ്തത്. അപ്പോൾ അവരുടെ നല്ല നീയത്ത് കൊണ്ട് ഒരു കാര്യം എന്താകുന്നില്ല, നന്നാകുന്നില്ല. അത് മറ്റൊരു പ്രധാനപ്പെട്ട പാഠാണ്. പലരും പറയാറുണ്ട് നല്ല നീയത്ത് ഉണ്ടായാൽ ഇല്ല, നല്ല നീയത്തുള്ളത് കൊണ്ടൊരു കാര്യം ശരിയാവുകയില്ല. മറിച്ച് അതോടൊപ്പം തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനോട് യോജിക്കുക കൂടി വേണ്ടതുണ്ട്. ഇവിടെ നല്ല നീയത്ത് പരിഗണിക്കണമായിരുന്നെങ്കിൽ ഈ 3 നീയത്തുകളും പരിഗണിക്കപ്പെടണമായിരുന്നു. നമ്മൾ നബിദിനൊക്കെ വരുമ്പോൾ നമ്മൾ പറയാറുണ്ട്, അവർ പറയും നല്ല നീയത്താണ്, നമ്മൾ നല്ല റസൂലിനോടുള്ള സ്നേഹം കൊണ്ടാണ് ഇത് ചെയ്യുന്നത് എന്ന് നല്ല നീയത്തുണ്ട്, അതുകൊണ്ട് കുഴപ്പമില്ല, അതിന് പ്രതിഫലമുണ്ട് എന്ന് ചിലർ പറയാറുണ്ട്. ഒരിക്കലും അത് ശരിയല്ല. കാരണം നല്ല നീയത്തിന് പ്രതിഫലം കിട്ടണമെങ്കിൽ ഈ 3 സഹാബികൾക്ക് കിട്ടണമായിരുന്നു. ഇവരാരും ഒരു മോശപ്പെട്ട കാര്യമൊന്നും തിരഞ്ഞെടുത്തിട്ടില്ല. നല്ല കാര്യം, അള്ളാഹുലേക്ക് അടുക്കാനുള്ള കാര്യങ്ങൾ മാത്രമാണ് അവർ തിരഞ്ഞെടുത്തത്. അതല്ലാതെ ഒരു മോശപ്പെട്ട ഒരു ഇബാദത്തും അല്ലെങ്കിൽ മോശപ്പെട്ട ഒരു കർമ്മവും ഈ 3-ൽ ഒരാളും പറഞ്ഞിട്ടില്ല. അവരൊക്കെ സഹാബികൾ കൂടിയാണ്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അത് സുന്നത്തിനെതിരാണ്, അല്ല സുന്നത്തിനോട് വിമുഖത കാണിക്കുന്നവൻ എന്നിൽ പെട്ടവനല്ല. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞെടുത്ത് നിൽക്കണമെന്ന് ഈ ഹദീസിലൂടെ അവിടുന്ന് പഠിപ്പിക്കുന്നുണ്ട്. മറ്റൊരു ഫായിദ ഹിർസുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അലാ നശ്രി ശരീഅഹ്, ദീനി നിയമങ്ങൾ അത് പ്രചരിപ്പിക്കുന്നതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഉണ്ടായിരുന്ന താല്പര്യം എന്താണ്? ഇവിടെ 3 സഹാബികൾക്കിടയിൽ ഒരു അബദ്ധം വന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉടനെ തന്നെ എന്ത് ചെയ്യണം? അത് ആളുകൾക്ക് തിരുത്തി കൊടുക്കുകയാണ്. അല്ല, അങ്ങനെ ഒരു കാര്യം, ഒരു അബദ്ധം പ്രചരിച്ചു കഴിഞ്ഞാൽ അത് തിരുത്തുക എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിൽ അതീവ തൽപരനായിരുന്നുകൊണ്ട് ഉടനെ തന്നെ അത് വന്നിട്ടുണ്ട്. അത് അവിടുത്തെ ബാധ്യത കൂടിയാണ് എന്നുള്ളത് അത് തിരിച്ചറിഞ്ഞുകൊണ്ട് അവിടുന്ന് ചെയ്യുകയാണ്. മറ്റൊരു ഫായിദ അന്നഹു യംബഗി ലിൽ ഖതീബി ഇദാ ഖതബ ഫി ഉനാസിൻ അല്ലാ യുസർരിഹ ബി അസ്മാഇഹിം. ഒരാളൊരു ഖുതുബ നടത്തുന്ന സമയത്ത് അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ഉപദേശം നടത്തുന്ന സമയത്ത് ഒരു പ്രത്യേക ആൾക്കാരുടെ അബദ്ധം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അയാളുടെ പേരെടുത്ത് തന്നെ നേരെ പറയുക എന്നുള്ളത് യോജിച്ച കാര്യമല്ല. മറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് നോക്കൂ, മാ ബാലു അഖ്വാമിൻ. അത് മറ്റു പല സന്ദർഭങ്ങളിൽ അവിടെ ഉണ്ടായിട്ടുണ്ട്. എന്താണ് ചില ആളുകളുടെ അവസ്ഥ? കാരണം അവിടെ 1-2 വ്യക്തികളായിരിക്കും ചിലപ്പോൾ ഈ കൂട്ടത്തിൽ ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ അവർ നീയാണത് ചെയ്തത്, അല്ലെങ്കിൽ നിങ്ങളാ ചെയ്തത് മോശമായിപ്പോയി എന്ന ആളുകൾക്കിടയിൽ വെച്ച് അത് പറയേണ്ടതില്ല. മറിച്ച് ഇന്ന കാര്യങ്ങളൊക്കെ ചിലർ ചെയ്യുന്നുണ്ട്, അത് ശരിയല്ല എന്ന രൂപത്തിൽ പൊതുവായിട്ടുള്ള ഉപദേശം തന്നെ മതിയായതാണ് എന്നാണ്. അൽഫായിദത്തുൽ ഖാമിസ അന്നഹിയു അനി തനത്തുഇ വതഅമ്മുഖി ഫിൽ ഇബാദ. ഇബാദത്തിൽ തനത്തു അഥവാ ദീൻ പറഞ്ഞതിനേക്കാളും തീവ്രമായി പോകുക, അതിതീവ്രമായിട്ടുള്ള ഇബാദത്തുകൾ അത് വിലക്കിക്കൊണ്ടാണ് ദീൻ വന്നിട്ടുള്ളത് എന്നാണ്. അപ്പോൾ ദീൻ എപ്പോഴും താല്പര്യപ്പെടുന്നത് ഒരാൾക്ക് സാധിക്കുന്ന രൂപത്തിലുള്ള ഇബാദത്തുകളാണ്. ദീനിന് അങ്ങനെയുള്ള ദീന്റെ ഇബാദത്തുകളൊക്കെ എടുത്തു നോക്കിയാൽ ദീനിൽ എളുപ്പമുള്ള അത്തരം കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അത് പണ്ഡിതന്മാർ പറയാറുള്ളത് സുന്നത്തായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോഴും അങ്ങനെയാണ് ഒരാൾ ചെയ്യേണ്ടത്. ഒരാൾക്ക് ഓരോരുത്തർക്കും എന്താണ് എളുപ്പമുണ്ടാകുക അത് വ്യത്യസ്തമായിരിക്കും. എല്ലാവർക്കും ഒരേപോലെ എളുപ്പമായിരിക്കുകയില്ല. ചില ആളുകൾക്ക് രാത്രി ദീർഘമായി നിസ്കരിക്കാൻ എളുപ്പമായിരിക്കും, എന്നാൽ വേറെ ചില ആളുകൾ ഖുർആൻ ഓതാനായിരിക്കും എളുപ്പം. ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് പറയാം, ചില ആൾക്ക് നിന്ന് നിസ്കരിക്കുമ്പോൾ ചിലപ്പോൾ നല്ല ഉന്മേഷം കിട്ടും, ഇരുന്ന് ഓതുമ്പോൾ ചിലപ്പോൾ അയാൾക്ക് ഉറക്കം വരും. ചില ആളുകൾക്ക് നിസ്കരിക്കുമ്പോൾ ചിലപ്പോൾ ക്ഷീണം ഉണ്ടാവും, എന്നാൽ ഓതുന്ന സമയത്ത് അയാൾക്ക് ക്ഷീണം ഉണ്ടാവുകയില്ല. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ കാര്യത്തിലൊരു എളുപ്പം ഉണ്ടാകും. ചില ആളുകൾക്ക് നോമ്പ് എളുപ്പമായിരിക്കും, ചില ആൾക്ക് സ്വതക്ക എളുപ്പമായിരിക്കും. ഓരോ വ്യക്തികൾക്കും വ്യത്യസ്തമായ കാര്യങ്ങളാണ് എളുപ്പമുണ്ടാവുക. അഥവാ ഫർദിന്റെ കാര്യമല്ല പറയുന്നത്. ഫർദ് എല്ലാവരും ഒരേപോലെ ചെയ്യണം. എനിക്ക് നിസ്കരിക്കാൻ പറ്റൂല, ഞാൻ വേറെ ആ സമയത്ത് പോയി പാവങ്ങളെ സഹായിച്ചോളാം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നിർബന്ധമായ കാര്യം എല്ലാവർക്കും ഒരുപോലെ ബാധ്യതയുണ്ട്. പക്ഷേ സുന്നത്തായ കാര്യങ്ങൾ ചിലപ്പോൾ ഓരോരുത്തർക്കും വ്യത്യസ്തമായിരിക്കും. ചില ആളുകൾക്ക് നിസ്കരിക്കാൻ നല്ല എളുപ്പമായിരിക്കും, സുന്നത്തുകളിലൊക്കെ ഒരുപാട് വർദ്ധിപ്പിക്കാൻ. ചില ആൾക്ക് നോമ്പ് എളുപ്പമായിരിക്കും, ചില ആൾക്ക് ദാനധർമ്മമായിരിക്കും എളുപ്പം. അപ്പം അല്ലാഹു സുബ്ഹാനഹു വ തആല എന്താണ് ഓരോരുത്തർക്ക് എളുപ്പം നൽകിയത് അതിൽ അവൻ നന്നായി ചെയ്യാൻ ശ്രദ്ധിക്കുക. ബാക്കിയുള്ളതിൽ അവൻ സാധിക്കുന്നത്ര നസീബുകൾ അവൻ ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. നമ്മൾ പറഞ്ഞു വന്നത് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, നമുക്ക് സാധിക്കാത്ത രൂപത്തിലുള്ള കാര്യങ്ങൾ തീവ്രമായി ചെയ്യുക എന്നുള്ളത് ചെയ്യാൻ പാടില്ലാത്തതാണ്. അത് പ്രയാസമുണ്ടാക്കുന്ന കാര്യമാണ്. ഇമാം അഹ്മദ് റഹിമഹുല്ലാഹ് ഏറ്റവും നല്ല അമൽ ഏതാണെന്ന് ചോദിച്ചപ്പോൾ അവിടുന്ന് പറഞ്ഞു ഉൻദുർ മാ ഹുവ അസ്ലഹു ലിഖൽബിക ഫഫഅൽഹു.
നിന്റെ കൽബിന് ഏറ്റവും നന്നായി തോന്നുന്നത് ഏതാണ് അത് നീ ചെയ്യുക. അതായത് ഓരോരുത്തർക്കും വ്യത്യസ്തമായിരിക്കും. ചില ആൾക്ക് ഇരുന്ന് ദിക്ർ ചെല്ലാൻ നല്ല താല്പര്യമായിരിക്കും, എന്നാൽ വേറെ ചില ആളുകൾക്ക് പാവങ്ങളെ സഹായിക്കാൻ പോകാനും അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ അവർക്ക് എളുപ്പമായിരിക്കും. ഇതൊക്കെ നമ്മൾ ഫർദിന് ശേഷമുള്ള കാര്യമാണ് പറയുന്നത്. അപ്പോൾ ഓരോരുത്തർക്കും എന്താണ് എളുപ്പമുള്ളത് അത് ചെയ്യുക എന്നുള്ളതാണ് പറയുന്നത്. എന്നാൽ അതിൻ്റെ അപ്പുറത്തേക്ക് ദീൻ പറയാത്തതായ കാര്യങ്ങളിലേക്ക് പോകാൻ പാടില്ല. ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് ചില ഉദാഹരണം കൊടുത്തു. ഒരാൾ റമദാൻ തുടങ്ങുന്നതിൻ്റെ ഒരു ദിവസം മുമ്പ് തന്നെ നോമ്പ് ആരംഭിച്ചേക്കാം, അഥവാ റമദാൻ ആണെങ്കിലോ എന്ന് അത് ദീൻ തന്നെ വിലക്കിയിട്ടുണ്ട്. റമദാനിന് 1-2 ദിവസം മുമ്പ് റമദാനിന് സൂക്ഷ്മത എന്നുള്ള നിലയ്ക്ക് ഒരാൾ നോമ്പെടുക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കിയിട്ടുണ്ട് എന്ന് കാണാൻ സാധിക്കും. അന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാന യസൂമു വയഫ്തിർ. മറ്റൊരു ഫായിദയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പെടുക്കുകയും നോമ്പ് ഒഴിവാക്കുകയും ചെയ്തിട്ടുണ്ട്. വയഖൂമു വയനാം, അവിടുന്ന് രാത്രി നിന്ന് നിസ്കരിക്കുകയും ഉറങ്ങുകയും ചെയ്തിട്ടുണ്ട്. വയതസവ്വജു നിസാ, ഭാര്യമാരെ കല്യാണം കഴിക്കുകയും ചെയ്തു, സ്ത്രീകളെ കല്യാണം കഴിക്കുകയും ചെയ്തിട്ടുണ്ട്. വഹാദ ഹുവ ഷാഹിദു മിനൽ ഹദീസ്, ഇതാണ് ഹദീസ് എന്നുള്ള ഫായിദ, അതായത് സ്ത്രീകളെ വിവാഹം ചെയ്തു എന്നുള്ളത്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചര്യയിൽപ്പെട്ടതാണ് സ്ത്രീകളെ കല്യാണം കഴിക്കുക എന്നുള്ളത്. അവിടുന്ന് പറഞ്ഞിട്ടുണ്ട്, ഹുബ്ബിബ ഇലയ്യ മിൻ ദുനിയാകും അൻ-നിസാഉ വത്ത്-തീബ്, നിങ്ങളുടെ ദുനിയാവിൽ എനിക്ക് ഏറ്റവും പ്രിയങ്കരമായിട്ടുള്ളത് ഭാര്യമാരും സുഗന്ധവുമാണ്. വജുഇലത് ഖുർറതു ഐനി ഫിസ്സലാ, എൻ്റെ കൺകുളിർമ നിസ്കാരത്തിലുമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് വിവാഹം എന്ന് പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്താണ്. വിവാഹം ഒഴിവാക്കുക എന്ന് പറയുന്നത് അത് വിലക്കപ്പെട്ടിട്ടുള്ള കാര്യവുമാണ്. എന്നിരുന്നാലും സഹോദരങ്ങളെ, വിവാഹം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അത് ഏതാണ് അഫ്ളൽ, വിവാഹം കഴിക്കൽ നിർബന്ധമാണോ അതല്ല അത് വളരെ സുന്നത്തുൽ മുഅക്കദയാണോ എന്നുള്ളൊരു ഖിലാഫ് പണ്ഡിതന്മാർക്കിടയിൽ ഉണ്ടായിട്ടുണ്ട്. പല തെളിവുകളിൽ നിന്ന് മനസ്സിലാക്കുന്നത് അത് ഒരാൾക്ക് അതിന് കഴിവുണ്ടെങ്കിൽ അയാൾക്ക് സുന്നത്തുൽ മുഅക്കദത്താണ്, വളരെ പ്രതിഫലാർഹമായ കാര്യമാണ്. എന്നാൽ ഒരാൾക്ക് വിവാഹം കഴിക്കാതെ ഹറാമിലേക്ക് പോകും എന്ന് കണ്ടു കഴിഞ്ഞാൽ അയാൾക്ക് വിവാഹം കഴിക്കൽ നിർബന്ധവുമാണ് എന്നാണ്. പിന്നീട് ഉലമാക്കൾക്കുള്ള അഭിപ്രായ വ്യത്യാസം ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് പറയുന്നു, വഖ്തലഫൽ ഉലമാ അയ്യുഹുമ അഫ്ദൽ, ഏറ്റവും ശ്രേഷ്ഠം ഏതാണ്, അൻ യതസവ്വജ വാഹിദ ഔ അക്സർ, ഒരു പെണ്ണിനെ ഒരു സ്ത്രീയെ മാത്രം കല്യാണം കഴിക്കലാണോ അതല്ല കൂടുതൽ സ്ത്രീകളെ വിവാഹം കഴിക്കലാണോ അഫ്ദൽ. ഫമിൻഹും മൻ ഖാൽ, പണ്ഡിതന്മാരിൽ ചിലർ പറഞ്ഞു, അൽ അഫ്ദൽ അൽ ഇഖ്തിസാറു അല വാഹിദ, ഒറ്റൊരു സ്ത്രീയെ വിവാഹം കഴിക്കുക എന്നുള്ളതാണ് അഫ്ദൽ. ലിഅന്ന ദാലിക ഐസറു ലിൽ ഇൻസാൻ, അതാണ് ഒരു മനുഷ്യന് ഏറ്റവും എളുപ്പം. വഅഖ്റബു ഇല ഇഖാമത്തിൽ വാജിബ്, വാജിബായ കാര്യങ്ങൾ നിലനിർത്താൻ ഏറ്റവും യോജിച്ചത് അതാണ്. വഅബ്അദു അനിൽ മശാകിൽ, പ്രശ്നങ്ങളില്ലാതിരിക്കാൻ, പ്രശ്നങ്ങളിൽ നിന്നും ദൂരെ നിൽക്കാൻ ഏറ്റവും നല്ലത് അതാണ്. ഫലിഖ്തിസാറു അലൽ വാഹിദ ഹുവൽ അഫ്ളൽ, അതുകൊണ്ട് ഒരു സ്ത്രീയെ വിവാഹം കഴിക്കുക എന്നുള്ളതാണ് അഫ്ളൽ. വഹാദ മാ ദഹബ ഇലൈഹി ഫുഖഹാഉൽ ഹനാബില റഹിമഹുമുല്ലാഹുൽ മുതഅഖിറൂൻ, ഹംബലി മദ്ഹബിൽ പൊതുവെ ഏറ്റവും പ്രബലമായ അഭിപ്രായങ്ങളിലൊന്ന് അതാണ്. ഹംബലി മദ്ഹബ് കൂടുതൽ പ്രോത്സാഹിപ്പിക്കുന്നത് ഒരു സ്ത്രീയെ മാത്രം വിവാഹം കഴിക്കുക എന്നുള്ളതാണ്. എന്നാൽ അദ്ദേഹം പറയുന്നു, വമിൻഹും മൻ ഖാൽ ബൽ യതസവ്വജു അക്സറ മിൻ വാഹിദ, എന്നാൽ ചിലർ പറഞ്ഞിട്ടുണ്ട് ഒന്നിലധികം സ്ത്രീകളെ വിവാഹം കഴിക്കണം. ലാകിൻ ബിശർത്തൈൻ, 2 ഷർത്തുകളുണ്ട്. അശ്ശർത്തുൽ അവ്വൽ അൻ യകൂന ലദൈഹി ഖുദ്റത്തുൻ മാലിയത്തുൻ വബദനിയ, ഒരാൾക്ക് സാമ്പത്തികമായിട്ടും ശാരീരികമായിട്ടുമുള്ള കഴിവ് ഒരാൾക്കുണ്ടായിരിക്കേണ്ടതുണ്ട്. ഖുദ്റത്തുൻ മാലിയ ബിഹൈസു യസ്തതിഉൽ മഹർ വന്നഫഖ, ഏതുപോലെ സാമ്പത്തികമായ കഴിവ് എന്ന് പറഞ്ഞാൽ ഈ 2 പേർക്കും വേണ്ട ചെലവിന് കൊടുക്കുക എന്നുള്ള കാര്യം ഒരാൾക്കുണ്ടാകേണ്ടതുണ്ട്. ഒരാൾക്ക് ഒരു ഭാര്യയ്ക്ക് തന്നെ ചെലവിന് കൊടുക്കാൻ സാധിക്കുന്നില്ല, അയാളെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും രണ്ടാമതൊരു വിവാഹം കഴിക്കുക എന്നുള്ളത് അഫ്ളലായിട്ടുള്ളൊരു കാര്യമാവുകയില്ല. കാരണം അയാൾ ഒന്നിനെ തന്നെ പ്രയാസപ്പെട്ടിട്ടാണ് പോറ്റി വളർത്തുന്നത്. അപ്പോൾ രണ്ടാമത് കൂടി ഉണ്ടായാൽ കൂടുതൽ പ്രയാസത്തിലേക്ക് എത്തുന്നതായിരിക്കും. അതേപോലെ വബദനിയ, ശാരീരികമായ കഴിവ്, ബിഹൈസു യകൂനു ഇൻദഹു ശഹ്വത്തുൻ യുംകിനു അൻ യകൂമ ബിഹാ ഫി സൗജാത്ത്, 2 ഭാര്യമാരെയും പൂർത്തീകരിക്കുക, അവരുടെ ലൈംഗിക താല്പര്യങ്ങൾ പൂർത്തീകരിക്കാനുള്ള കഴിവും ഈ ഒരു വ്യക്തിക്ക് ഉണ്ടായിരിക്കേണ്ടതുണ്ട്. അശ്ശർത്തുസ്താനി, രണ്ടാമത്തെ നിബന്ധന അയ്യമനൽ ഹൈഫ വൽ മൈൽ, അവൻ അനീതിയിൽ നിന്നും രക്ഷപ്പെടുക, അതിൽ നിന്നും ഉറപ്പിക്കുക. കാരണം അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്, ഫൈൻ ഖിഫ്തും അല്ലാ തഅദിലു, നിങ്ങൾക്ക് നീതി പാലിക്കാൻ സാധിക്കുകയില്ല എന്ന് കണ്ടാൽ ഫവാഹിദതൻ, നിങ്ങൾക്ക് ഒന്ന് തന്നെ മതിയായതാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സഹോദരങ്ങൾ, ഈ 2 നിബന്ധനകളും പാലിച്ചാൽ ഒരാൾക്ക് എന്ത് ചെയ്യാം, രണ്ടാമത്തെ വിവാഹം കഴിക്കാം. എന്നാൽ അത് നിർബന്ധമാകുമോ, കൂടുതൽ ഫضലുള്ളതാകുമോ, അത് ഓരോരുത്തരെയും സംഭവിച്ചിരിക്കും. ചില പണ്ഡിതന്മാർ പറഞ്ഞു, ഒരാൾക്ക് ഒന്നാമത്തെ വിവാഹം എങ്ങനെയാണോ അതേപോലെ തന്നെയാണ് രണ്ടാമത്തെ വിവാഹം. ഒരാൾക്ക് ഒന്നാമത്തെ വിവാഹം നിർബന്ധമാകുന്ന ഒരു ഘട്ടമുണ്ട്, എന്നിട്ട് രണ്ടാമത്തെ വിവാഹത്തിലും ഇതേ പ്രയാസം, പിന്നീടും അതേ പ്രയാസമുണ്ടെങ്കിൽ അയാൾക്ക് രണ്ടാമത്തെ വിവാഹം ചിലപ്പോൾ നിർബന്ധമാകും. അല്ലെങ്കിൽ അത്രയും അയാൾക്ക് അതുകൊണ്ട് ഖൈറുണ്ട് എന്ന് തോന്നുകയാണെങ്കിൽ അത്രയും വലിയ പുണ്യം അതിലുണ്ടാകും എന്നാണ് പറയുന്നത്. വിവാഹം എന്നുള്ളത് അത് ഒന്നുകിൽ നിർബന്ധമോ അതല്ലെങ്കിൽ ഏറ്റവും പുണ്യകരമായോ പ്രവർത്തനമാണോ എന്ന് പറഞ്ഞതിന് ശേഷം
അതിൽ എത്രയാണ് ഒരാൾക്ക് അഫ്ളൽ, ഒന്നാണോ അതിൽ കൂടുതലാണോ എന്നുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചർച്ചയാണ് നമ്മൾ പറഞ്ഞത്. പൊതുവെ ഹംബലി മദ്ഹബിൽ അല്ലെങ്കിൽ ഇബ്നു ഉസൈമിൻ റഹിമഹുള്ളയെ പോലെ പണ്ഡിതന്മാരൊക്കെ തിരഞ്ഞെടുത്തിട്ടുള്ളത് ഒന്നാണ് ഏറ്റവും അഫ്ളൽ എന്നുള്ളതാണ്. എന്നാൽ ഒരാൾ 2 വിവാഹം കഴിക്കുകയാണെങ്കിൽ അത് ഓരോരുത്തരുടെയും അടിസ്ഥാനപരമായി അവർക്ക് ആ നിബന്ധനകൾ പൂർത്തിയാക്കാൻ സാധിക്കുന്നുണ്ടോ ഇല്ലേ എന്നത് ബന്ധപ്പെട്ടിരിക്കും. അതേപോലെ തന്നെ ഓരോ വ്യക്തിയുടെയും അവരുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരാൾ ഒന്നിലധികം വിവാഹം കഴിക്കുന്നത് കണ്ടാൽ ഒരിക്കലും തന്നെ അതൊരു നിലക്കും അത് ഈ സമൂഹം കാണുന്ന രൂപത്തിലുള്ള അതൊരു മോശം പ്രവൃത്തിയായി കാണുക എന്നുള്ളത് പാടില്ലാത്തത് കാര്യമാണ്. കാരണം ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് അയാളുടെ ദീൻ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഒന്നിലധികം ആവശ്യമുണ്ടായേക്കാം. ഇവിടെ സ്ത്രീകൾ പ്രത്യേകം മനസ്സിലാക്കേണ്ട ഒരു വിഷയം എന്ന് പറയുന്നത് ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീനിൽ അനുവദിക്കപ്പെട്ടിട്ടുള്ള കാര്യമാണ്. രണ്ടാമത്തേത്, ഒരു വ്യക്തി ഒന്നിലധികം വിവാഹം കഴിക്കുന്നു എന്നതൊരിക്കലും തന്നെ ഒന്നാമത്തെ ഭാര്യ അത് കൊള്ളരുതാത്തവളാണ്, അതല്ലെങ്കിൽ അവൾ മോശക്കാരിയാണ് എന്നൊന്നും അർത്ഥമില്ല. അങ്ങനെ ആയിരുന്നെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും ഒന്നിലധികം വിവാഹം കഴിക്കുമായിരുന്നില്ല. കാരണം അവിടുത്തെ ഭാര്യമാരെല്ലാം തന്നെ അഫ്ദലുൽ ഖൽഖായിട്ടുള്ള ആളുകളാണ്, സൃഷ്ടികളിൽ ഏറ്റവും ശ്രേഷ്ഠരായിട്ടുള്ള ആളുകളിൽ പെട്ടതാണ്. ആയിഷ റളിയല്ലാഹു അൻഹയെ അവിടുന്ന് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടിരുന്നു. എന്നിട്ടും അവിടുന്ന് അതിനുശേഷവും വിവാഹങ്ങൾ കഴിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഒരിക്കലും തന്നെ ഒരു പുരുഷൻ ഒന്നിലധികം വിവാഹം കഴിക്കുക എന്നുള്ളത് അത് ആദ്യത്തെ ഭാര്യയ്ക്ക് ഒരു കുറവുള്ളത് കൊണ്ടാണെന്നോ അതല്ലെങ്കിൽ ആദ്യത്തെ ഭാര്യ നന്നല്ലെന്നുള്ളത് കൊണ്ടോ ഒന്നുമല്ല. പലപ്പോഴും സ്ത്രീകൾ അത്തരം കാര്യങ്ങൾ ചിന്തിക്കുകയും അങ്ങനെ ഒരുപാട് പ്രയാസപ്പെടുകയും അങ്ങനെ ഒന്നിലധികം വിവാഹം കഴിക്കുന്ന സമയത്ത് അവർ ഒരു വേള അന്യായമായി ഭർത്താവിനോട് പെരുമാറുകയും ചെയ്യുക എന്നുള്ളത് പലപ്പോഴും നമ്മുടെ നാടുകളിൽ പതിവാണ്. അവർ മനസ്സിലാക്കേണ്ടത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത് ഞാനെങ്ങാനും ഭൂമിയിൽ ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയോട് സുജൂദ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഭാര്യയോട് ഭർത്താവിന് സുജൂദ് ചെയ്യാൻ പറയുമായിരുന്നു. കാരണം അത്രയും വലിയ ഹക്ക് ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഭർത്താവിനുണ്ട് എന്നാണ്. ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഭർത്താവിനോട് അത്രയും വലിയ ഹക്കുണ്ട് എന്നാണ്. ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഭർത്താവിന്റെ ഹക്കുകൾ പൂർത്തീകരിക്കാതെ അവളുടെ സ്വർഗപ്രവേശനം അത് അവൾക്ക് കൃത്യമായി സാധ്യവുമല്ല. അതുകൊണ്ട് സ്ത്രീകൾ ആ നിലക്ക് ക്ഷമിക്കാൻ തയ്യാറാകേണ്ടതുണ്ട്. അങ്ങനെയുള്ള വലിയ പ്രയാസങ്ങളുണ്ടെങ്കിൽ അവർ അതിൽ ക്ഷമിക്കുകയാണ് വേണ്ടത്. അതേപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്ന പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം അതുമായി ബന്ധപ്പെട്ട മസ്ലഹത്തുകളും മഫ്സദത്തുകളെ കുറിച്ചും നല്ല കാഴ്ചപ്പാടുണ്ടാകേണ്ടതുണ്ട്. ആരെങ്കിലുമൊക്കെ കണ്ടിട്ട് ഇന്നയാളൊക്കെ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഞാനും ചെയ്തു കളയാം, അതല്ലെങ്കിൽ ആ നിലക്കുള്ള നല്ല നീയത്തല്ല ഒരാളുടെ കാര്യത്തിലുണ്ടെങ്കിൽ, അതായത് ഇത്തരം കാര്യങ്ങളിൽ ഒരു വേള റിയാ പോലെയുള്ള കാര്യങ്ങൾ ഉണ്ടായേക്കാം. കാരണം ചില പുരുഷന്മാർ എൻ്റെ ഒരു കൂവത്ത് തെളിയിക്കേണ്ടതാണ്, അല്ലെങ്കിൽ ഞാൻ വലിയ ആ രൂപത്തിലൊക്കെ കഴിവുള്ള ആളാണെന്ന് തെളിയിക്കേണ്ടതാണ്. ഈ രൂപത്തിലാണ് ചിലപ്പോൾ കാര്യങ്ങളിലേക്ക് മുന്നോട്ടേക്ക് പോകുന്നതെങ്കിൽ ഒരു വേള അത്തരം റിയാ ഉള്ള പ്രവർത്തനങ്ങൾക്ക് അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള സഹായം ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അതല്ലെങ്കിൽ തൻ്റെതായ താക്കത്ത്, തനിക്കുള്ള കഴിവ്, തനിക്കുള്ള സാമ്പത്തിക ശേഷി അല്ലെങ്കിൽ ആ രൂപത്തിലുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കാതെയാണ് ഒരാൾ മുന്നോട്ട് പോകുന്നതെങ്കിൽ ആ രൂപത്തിൽ പ്രയാസങ്ങളും ഒരു വേള അവർക്കുണ്ടായിരിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഷെയ്ഖ് അൽബാനി റഹിമഹുല്ല പറഞ്ഞതുപോലെ നീ രണ്ടാമതൊരു വീടുണ്ടാക്കുമ്പോൾ ആദ്യത്തെ വീട് പൊളിച്ചിട്ട് വേണ്ട നീ രണ്ടാമതൊരു വീടുണ്ടാക്കുന്നത്. 2 വീടും നിനക്ക് നിലനിർത്താൻ സാധിക്കുകയാണെങ്കിൽ അത് നല്ലതാണ്. ആ നിലക്കുള്ള മസാലിഹുകൾ പരിശോധിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നതാണ് പ്രത്യേകിച്ചും ഈ കാലഘട്ടത്തിൽ ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അള്ളാഹുവാണ് ഏറ്റവും നന്നായി അറിയുന്നവൻ. വല്ലാഹു തആല അഅലം. അൽഫായിദത്തു الثامنة أن الدين الإسلامي دين اقتصاد أو اعتدال يعطي النفس حظها من عبادة الله. دين الإسلام ഒരു മധ്യമ നിലപാടുള്ള ഒരു ദീനാണ്. ഓരോ മനുഷ്യന്റെ ശരീരത്തിനും അവന് വേണ്ട ഓഹരി അത് കൊടുക്കുന്നുണ്ട്. അത് മനുഷ്യന്റെ ശരീരത്തിനെ പൂർണ്ണമായി തഅബാക്കാൻ, പൂർണ്ണമായി ക്ഷീണിപ്പിക്കാൻ ദീൻ ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നില്ല. രാത്രി മുഴുവൻ ഉറങ്ങാതിരിക്കുക എന്നുള്ളത് ദീൻ പ്രോത്സാഹിപ്പിച്ചിട്ടില്ല. അതല്ലെങ്കിൽ എല്ലാ ദിവസവും നോമ്പെടുക്കുക എന്നുള്ളത് ദീൻ പ്രോത്സാഹിപ്പിച്ചിട്ടില്ല. അതല്ലെങ്കിൽ സ്ത്രീയെ വിവാഹം കഴിക്കാതെ പ്രയാസപ്പെട്ടുകൊണ്ട് ജീവിക്കുക എന്നുള്ളത് ഈ നസ്രാണികൾ ജീവിക്കുന്നത് പോലെ അച്ഛന്മാരായിട്ടും മറ്റുമൊക്കെ പ്രയാസപ്പെട്ടുകൊണ്ട് ജീവിക്കുക എന്നുള്ളത് ദീനുൽ ഇസ്ലാമിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചിട്ടില്ല. അതുകൊണ്ടാണ് മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു അംർ ഇബ്നു ആസ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കലേക്ക് വന്നിട്ട് പറഞ്ഞു, എനിക്ക് നോമ്പുകൾ വർദ്ധിപ്പിക്കണം, ഞാൻ നോമ്പെടുക്കണം എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. അന അസൂമു വല ഉഫ്തിർ വഖൂമു വല അനാം, ഞാൻ രാത്രി മുഴുവൻ നിസ്കരിക്കണം, ഇനി ഞാൻ എല്ലാ ദിവസവും നോമ്പെടുക്കണം എന്നൊക്കെ പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, അൻത ഖുൽത ഹാദാ, നീയാണത് പറഞ്ഞത്? അദ്ദേഹം പറഞ്ഞു, അതെ.
അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ലാ തസ്തതിയു അൻ തസൂമ വലാ തുഫ്തിർ, എല്ലാ ദിവസവും നോമ്പെടുക്കാൻ, നോമ്പ് ഒഴിവാക്കാതിരിക്കുക എന്നുള്ളത് നിനക്ക് സാധിക്കുന്നതല്ല. വതഖൂമ വലാ തനാം, ഉറങ്ങാതെ ഇങ്ങനെ രാത്രി മുഴുവൻ നിസ്കരിക്കുക എന്നുള്ളത് നിനക്ക് സാധിക്കുന്ന കാര്യമല്ല. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു സും സലാസത അയ്യാമിൻ മിനശ് ശഹർ, മാസത്തിൽ ഒരു 3 ദിവസത്തെ നോമ്പെടുത്തോ, അത് എന്ത് ചെയ്താൽ മതി, നിങ്ങൾക്ക് മാസം മുഴുവൻ നോമ്പെടുത്തതിന് തുല്യമാണ്. പക്ഷെ അദ്ദേഹം പറഞ്ഞില്ല എനിക്ക് അതിനേക്കാളും സാധിക്കും. അങ്ങനെ പറഞ്ഞ അവസാനം പറഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സും യൗമൻ വഫ്തിർ യൗമൻ, നീ ഒരു ദിവസം നോമ്പെടുത്ത് ഒരു ദിവസം നോമ്പ് ഒഴിവാക്കിക്കോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ അതിനേക്കാളും എനിക്ക് സാധിക്കുമെന്ന് പറഞ്ഞപ്പോൾ അവിടുന്ന് പറഞ്ഞു ഹാദ അഫ്ളലു സിയാം, ഇതാണ് നോമ്പുകൾ ഏറ്റവും ശ്രേഷ്ഠം. സിയാമു ദാവൂദ് അലൈഹി സ്വലാത്തു വസ്സലാം നോറ്റ നോമ്പ്, കാന യസൂമു യൗമൻ വയഫ്തിറു യൗമൻ, അവിടുന്ന് ഒരു ദിവസം നോമ്പെടുക്കുകയും ഒരു ദിവസം നോമ്പ് ഒഴിവാക്കുകയും ചെയ്യുമായിരുന്നു എന്നാണ്. പക്ഷേ വയസ്സായ സമയത്ത് അബ്ദുല്ലാഹ് ബിൻ അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹുമ പറയുമായിരുന്നു ലൈതനി ഖബിൽതു റുഖ്സതൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയ അളവ് സ്വീകരിച്ചാൽ മതിയായിരുന്നു, ഒരു മാസത്തിൽ 3 നോമ്പ് എടുത്താൽ മതിയായിരുന്നു. കാരണം അദ്ദേഹത്തിന് പ്രായമായപ്പോൾ പ്രയാസമായി. അദ്ദേഹം ആകട്ടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിട പറഞ്ഞു പോകുന്ന സമയത്ത് ഞാൻ എങ്ങനെയാണോ ഉണ്ടായിരുന്നത് അതിൽ നിന്ന് ഞാൻ ഒഴിവാക്കാൻ തയ്യാറല്ല എന്ന നിലപാടിൽ തന്നെയായിരുന്നു. പിന്നീട് അദ്ദേഹം നോമ്പെടുത്തത് 15 ദിവസം തുടർച്ചയായി നോമ്പെടുക്കുകയും 15 ദിവസം തുടർച്ചയായി നോമ്പ് ഒഴിവാക്കുകയും ചെയ്യുന്നു. അത് അദ്ദേഹത്തിന് മാസത്തിന്റെ പകുതി നോമ്പെടുക്കണം എന്നുള്ള നിയ്യത്തുള്ളത് കൊണ്ട് അത് അദ്ദേഹം പൂർത്തിയാക്കി. പക്ഷേ ഓരോ ദിവസവും വിട്ടുവിട്ട് നോമ്പെടുക്കുക എന്നുള്ളത് പലപ്പോഴും യാത്രകൾക്കും മറ്റുമൊക്കെ പ്രയാസമായിരിക്കാം. അദ്ദേഹം 15 ദിവസം നോമ്പെടുക്കുകയും 15 ദിവസം നോമ്പ് ഒഴിവാക്കുകയും ചെയ്യുന്ന രീതിയാണ് പിന്നീട് ചെയ്തത് എന്നാണ്. അത് ദീനുൽ ഇസ്ലാമിൽ അങ്ങനെ പ്രയാസമുണ്ടാക്കുന്ന, ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഇബാദത്തുകൾ ഇല്ല. മറിച്ച് അത് എന്താണ്, ശരീരത്തിന് അതിന്റെ ഹക്കുണ്ട്, എല്ലാവർക്കും അതിന്റെ ഹക്കുണ്ട്. നമ്മുടെ ശരീരത്തിന് ഹക്കുണ്ട്, ഭാര്യയ്ക്ക് ഹക്കുണ്ട്, അതിഥികൾ വന്നാൽ അവർക്ക് ഹക്കുണ്ട്, അയൽവാസികളോട് ഹക്കുണ്ട്, അല്ലെ? ചില ആളുകൾ ചിലപ്പോൾ ഒരൊറ്റ കാര്യത്തിൽ മാത്രമായിരിക്കും, പിന്നെ ബാക്കിയുള്ള ആളുകളുടെ ഹക്കുകളൊന്നും ഉണ്ടാവില്ല, അവനവന്റെ കാര്യം മാത്രം നോക്കുക, അയൽവാസികളെ കുറിച്ചൊന്നും അറിയില്ല. അതല്ലെങ്കിൽ ഈ പറയുന്ന രൂപത്തിൽ ഭാര്യയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും അറിയില്ല, അതിഥികളെ ആദരിക്കുകയില്ല. അപ്പോൾ അതിഥികളൊക്കെ വന്നാൽ അവന് എന്ത് ചെയ്യണം, അവൻ ചിലപ്പോൾ പള്ളിയിൽ തന്നെ ഇരിക്കണം, അതിഥികൾ ചിലപ്പോൾ വീട്ടിൽ വന്നിട്ടുണ്ടാവും, അവിടെ വന്നിട്ടുണ്ടാവും. അത് ശരിയല്ല. മറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ നിലക്കും കാര്യങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, സാധ്യമാകുന്ന എല്ലാ രൂപത്തിലും കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഹക്കീമായ ഒരു മനുഷ്യൻ ഇഖ്ലാസോടുകൂടി ഈ പറയുന്ന എല്ലാ മസ്ലഹത്തുകളെയും ഒരുമിപ്പിക്കാൻ ശ്രമിക്കേണ്ടവനാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഒരു ഹദീസ് കൂടി വായിച്ച് നമുക്ക് നിർത്താം. അൻ സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു ഖാൽ റദ്ദ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല ഉസ്മാൻ ബിൻ മദ്ഊൻ അത്തബത്തുൽ വലൗ അദിന ലഹു ലഖ്തസൈന. സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു പറയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉസ്മാൻ ബിൻ മദ്ഊൻ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന് തബത്തുലിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കി. തബത്തുൽ എന്ന് പറഞ്ഞാൽ ഇബാദത്തുകളിൽ മാത്രം മുഴുകി വിവാഹവും മറ്റുമൊക്കെ ഒഴിവാക്കി ജീവിക്കുക എന്നുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് വിലക്കി, അത് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞു. വലൗ അദിന ലഹു, അങ്ങനെയുള്ള ഒരു കാര്യം അഥവാ വിവാഹം ഒഴിവാക്കിയിട്ട് ഇബാദത്തിൽ മാത്രം ഒതുങ്ങിക്കൂടുക എന്നുള്ളൊരു കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനുവദിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ലഖ്തസൈന, ഞങ്ങൾ ലഖ്തസൈന എന്ന് പറഞ്ഞാൽ വന്ധീകരണം ചെയ്യുമായിരുന്നു എന്നാണ്. വന്ധീകരണം ചെയ്യാനുള്ള ചില മാർഗങ്ങൾ, അത് ചെയ്തു കഴിഞ്ഞാൽ പിന്നീട് ഷഹവത്തുകൾ ഒരാൾക്കുണ്ടാവുകയില്ല, അപ്പോൾ അവന് കൂടുതൽ ഇബാദത്തിലേക്ക് മാറിയിരിക്കാം. പക്ഷെ തബത്തുൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനുവദിച്ചിട്ടില്ല. നിക്കാഹ് ഒഴിവാക്കിയിട്ട് പൂർണ്ണമായി ഇബാദത്തിൽ കേന്ദ്രീകരിക്കുക എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനുവദിച്ചു കൊടുത്തിരുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നിക്കാഹ് എന്ന് പറയുന്നത് വളരെയധികം പ്രോത്സാഹിപ്പിക്കപ്പെട്ട ഒരു സുന്നത്താണ്. അത് ഉപേക്ഷിക്കുക എന്ന് പറയുന്നത്, അതായത് റഗ്ബത്തൻ കാരണത്താൽ അതിനോട് വിമുഖത കാണിച്ച് ഉപേക്ഷിക്കുക എന്ന് പറയുന്നത് വൻപാപത്തിൽപ്പെട്ട കാര്യമാണ്. മറ്റു കാര്യങ്ങൾ കൊണ്ടല്ല. ഒരാൾക്ക് ചിലപ്പോൾ മറ്റു പല കാര്യങ്ങൾ കൊണ്ട് വിവാഹം ചിലപ്പോൾ ഒഴിവാക്കേണ്ടി വരും. ശാരീരികമായ പ്രയാസങ്ങൾ കാരണത്താൽ, ചുറ്റുപാടുകൾ കാരണത്താൽ വിവാഹം വൈകിപ്പിക്കേണ്ടവർ, വിവാഹം ഒഴിവാക്കേണ്ട ആളുകളൊക്കെ ചിലപ്പോൾ ഉണ്ടായേക്കാം. പക്ഷേ അതിനോട് വിമുഖത കാണിച്ചുകൊണ്ട് ഒരാൾ ഒഴിവാക്കുകയാണെങ്കിൽ അത് വൻ പാപങ്ങളിൽ പെടും എന്നാണ് പറയുന്നത്. അതേപോലെ തന്നെ വന്ധീകരണം പോലെയുള്ള കാര്യങ്ങൾ അത് ചെയ്യാൻ പാടില്ല എന്നുള്ളത് ഈ ഹദീസും തെളിവുണ്ട്. കാരണം സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനുവദിച്ചിരുന്നെങ്കിൽ ഞങ്ങളൊക്കെ അത് ചെയ്യുമായിരുന്നു. കാരണം ഇവരൊക്കെ ഇബാദത്തിൽ ശ്രദ്ധിക്കണം, ഹറാമുകളിലേക്കൊന്നും പോകരുത് എന്ന ചിന്ത കാരണത്താലാണ് ഇത്രയും കടുത്ത തീരുമാനങ്ങൾ എടുക്കാൻ തയ്യാറായിരുന്നത്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനുമതി കൊടുക്കാത്തതുകൊണ്ട് ഞങ്ങളത് ചെയ്തില്ല എന്നാണ് പറയുന്നത്. ഇത്രയുമാണ് ഇൻഷാ അല്ലാഹ് ഉദ്ദേശിച്ചത്. വഹാദാ വല്ലാഹു തആല അഅലം വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം.